ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഇന്നത്തെ ക്ലാസ്സിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നസീം ഖാൻ സർ, ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യം, സമത്വം, സ്വാതന്ത്ര്യം, നീതി, സാഹോദര്യം എന്നീ മഹത്തായ ആശയങ്ങളെ അടുത്തറിയാനും അവസരം നൽകുന്ന ഈ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഭരണഘടന എന്നത് വെറുമൊരു നിയമപുസ്തകം മാത്രമല്ല, ഓരോ പൗരന്റെയും അവകാശങ്ങളും കടമകളും വ്യക്തമാക്കുകയും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് അടിത്തറ ഒരുക്കുകയും ചെയ്യുന്ന മഹത്തായ രേഖയാണ് നമ്മുടെ ഭരണഘടന. ഭരണഘടനയെക്കുറിച്ച് പഠിക്കുന്നത് നമ്മുടെ അവകാശങ്ങളെക്കുറിച്ച് അറിയുന്നതിനോടൊപ്പം സമൂഹത്തോടും രാജ്യത്തോടുമുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങളെ മനസ്സിലാക്കുന്നതിനും സഹായിക്കുന്നു. ഈ ക്ലാസ്സിലൂടെ ഭരണഘടനയുടെ മൂല്യങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കാനും അവ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തികമാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും നമുക്ക് സാധ്യമാകണം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്ക് പ്രത്യേകിച്ച് ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലെ പ്രബുദ്ധമായ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഈ യുറീക്ക പരീക്ഷ പോലെയുള്ള അല്ലെങ്കിൽ വിജ്ഞാനോത്സവങ്ങൾ പോലെയുള്ള നിരന്തരമായ സംവിധാനങ്ങളിലൂടെ ഞങ്ങളെല്ലാം കടന്ന് വന്നവരാണ്. പ്രത്യേകിച്ച് DPP ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വിദ്യാർത്ഥികളെ കൊണ്ട് സ്കൂളുകളിൽ മികച്ച പ്രോജക്റ്റുകളൊക്കെ എങ്ങനെ ചെയ്യിക്കാം എന്നൊക്കെ കൃത്യമായി പഠിപ്പിച്ച ഒരു സംവിധാനമാണ്. എന്ന നിലയിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനോട് ഒരു സ്നേഹമുണ്ട്. അപ്പോ പ്രത്യേകിച്ച് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചോദ്യം എല്ലാവരിലും വളർത്തുന്ന ഒരു സംവിധാനം എന്ന നിലയിലും ആ ചോദ്യങ്ങളുടെ പിന്നാലെ പോയിട്ടാണ് നമ്മളെല്ലാം ഇവിടെ എത്തിയത് എന്നതിലൊക്കെ ഒരു സന്തോഷമുണ്ട്. ഏതായാലും ഇത്തരം ഒരു ക്ലാസ്സിന് അവസരം നൽകിയ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും ഒക്കെ തുടക്കം തന്നെ അറിയിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഇതൊരു ചർച്ച പോലെ കണ്ടാൽ മതി. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഈ തലേ ദിവസം അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത്തരം ഒരു ചരിത്ര മുഹൂർത്തങ്ങളിലേക്കൊക്കെ ഒന്ന് പോകാം. നമ്മളുടെ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് എന്നൊക്കെയുള്ള നമുക്കൊന്ന് ഒരുമിച്ച് ചർച്ച ചെയ്യാമെന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്നത്തെ ദിവസം ഏതാണ്ട് നമ്മള് ഓഗസ്റ്റ് 14 തീയതിയാണ്. അതായത് സ്വാതന്ത്ര്യത്തിന്റെ തലേ ദിവസം. ഇന്നേക്ക് ഏതാണ്ട് 79 വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ നോക്കിയാല് ഇതുപോലെ ഒരു ദിവസം കുറേയേറെ സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇപ്പോ ഏതാണ്ട് 8 ഏതാണ്ട് 4 മണിക്കൂർ കൂടി അന്ന് കഴിയുമ്പോൾ 12 മണിയോട് കൂടിയിട്ടാണ് 1947 ഓഗസ്റ്റ് 15 തീയതി ഇന്ത്യ സ്വാതന്ത്ര്യം ആകുന്നത്. അപ്പോ ആ സമയത്തെ ഇന്ത്യ എങ്ങനെയാണ് അത് ഫോം ചെയ്തത്, അതോടൊപ്പം ഇന്ത്യ എങ്ങനെയാണ് നമ്മൾക്ക് ഒരു ഭരണഘടന എന്ന് പറയുന്ന ഒരു അതിമഹത്തായ ഒരു സംവിധാനം നമുക്ക് വേണ്ടി ഒരുക്കിയത്, അല്ലെങ്കിൽ നാം ഇന്ന് അന്തസ്സോടെ അഭിമാനത്തോടെ സ്വാതന്ത്ര്യത്തോടെ ഒക്കെ ജീവിക്കുന്ന ഈ മണ്ണ് ഇതിനു മുൻപ് എന്തായിരുന്നെന്നും നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്നും ഈ രാജ്യത്തെ പൗരർ എന്ന നിലയിൽ നമ്മളെ ലക്ഷ്യം എന്താണെന്നും ഭരണഘടനാ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരുമിച്ച് ഒന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും. ഒരു മണിക്കൂറോളം ഉള്ള ഒരു ചെറിയൊരു പ്രസന്റേഷൻ ആണ് ഉള്ളത്. ഏതാണ്ട് ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഏതാണ്ട് ഓഗസ്റ്റ് 31 വരെയുള്ള ഒരു ചെറിയ ചരിത്രത്തെ സംബന്ധിച്ച ചില വീഡിയോസ്, കുറെ ഇമേജുകൾ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ കഴിയുമെന്ന് കരുതുന്നു. മിക്കവർക്കും അറിയുന്ന കാര്യങ്ങളാണ് എന്നൊരു മുഖവുരിയോടുകൂടി തന്നെയാണ് നമ്മളത് ആരംഭിക്കുന്നത്. 1947 ഓഗസ്റ്റ് 14 തീയതി വ്യാഴാഴ്ചയായിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് വെള്ളിയാഴ്ച ഒരു ദിവസമാണ്. അപ്പൊ ആ ദിവസം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ആ പ്രോഗ്രാം നടന്നത് അതെല്ലാം ഭരണഘടനാ അസംബ്ലിയുടെ ഉള്ളിലാണ്. അപ്പൊ അതിനു മുന്നേ തന്നെ ഭരണഘടനാ അസംബ്ലി ഫോം ചെയ്തിട്ടുണ്ട്. 1946 ഡിസംബർ 9 തീയതി ആരംഭിച്ച ഒരു ഭരണഘടനാ സഭയാണ് അന്ന് പ്രവർത്തിക്കുന്നത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ആരംഭിച്ച ആ ഒരു സംവിധാനത്തിന്റെ ഉള്ളിലാണ് ഇന്ത്യ അന്നുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഈ ഒരു പൂർണ്ണാർത്ഥത്തിൽ അന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സമ്മേളനം, ഇതാണ് ഭരണഘടനാ അസംബ്ലിയുടെ ഒരു ചിത്രം. ഞാൻ
വീഡിയോയിൽ മെസ്സേജിൽ കാണിക്കുന്നുണ്ട്, പ്രസന്റേഷനിൽ. അപ്പൊ അന്ന് രാത്രി ഏതാണ്ട് 11 മണിക്കാണ് ഈ നിർമ്മാണ സഭയുടെ പ്രത്യേക സമ്മേളനം. നമുക്കറിയാം ഒരു അഞ്ചാമത്തെ സെഷനാണ് അന്ന് സ്റ്റാർട്ട് ചെയ്തത്. 11ഓളം സെഷനിലാണ് ശരിക്കും ഭരണഘടനയുടെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. ആദ്യത്തെ പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. അപ്പൊ ഇതിന് ഈ 11 മണിക്ക് സഭ സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ സമയത്ത് പ്രഗത്ഭരായിട്ടുള്ള നിരവധി ആളുകൾ നമ്മളെ ഈ സഭയിലുണ്ട്. ബി ആർ അംബേദ്കറെ പോലെയുള്ള, സർദാർ വല്ലഭായ് പട്ടേൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്, സരോജിനി നായിഡു തുടങ്ങിയ എല്ലാ പ്രമുഖരും അതിനകത്തുണ്ടായിരുന്നു. ആദ്യം തുടങ്ങുന്നത് തന്നെ വന്ദേമാതരം ആലപിച്ചുകൊണ്ടാണ്. സുജാത കൃപലാനിയാണ് അത് ആലപിക്കുന്നത്. പിന്നീട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി, യുപിയുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു സുജാത കൃപലാനി. അവരാണത് വന്ദേമാതരം ആരംഭിക്കുന്നത്. അത് വന്ദേമാതരം ഇന്ന് ഈ പ്രശ്നം വരുന്നത് പോലെ മുഴുവനല്ല, അതിന്റെ അംഗീകരിച്ചിട്ടുള്ള ആദ്യത്തെ ഭാഗങ്ങൾ മാത്രമാണ് ചെയ്തത്. അത് നമ്മൾ പ്രത്യേകം ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുകയാണ്. ആദ്യം അവിടെ ചെയ്തത് രക്തസാക്ഷികൾക്ക് ആദരം കൊടുക്കുന്ന ഒരു ചടങ്ങായിരുന്നു. അതില് നമുക്കറിയാം ഈ ഇന്ത്യ ഇങ്ങനെ നമ്മൾ ഇന്ന് സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഇരിക്കാനുള്ള ഒരു കാരണം, നിരവധി മനുഷ്യര് നമ്മളുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായി ബന്ധപ്പെട്ട് നിരവധി മനുഷ്യര് രക്തസാക്ഷികളായവരുണ്ട്, അടിമകളാക്കപ്പെട്ടവരുണ്ട്, ആക്രമിക്കപ്പെട്ടവരുണ്ട്, ജയിലിലടക്കപ്പെട്ടവരുണ്ട്, അംഗഭംഗം വന്നവരുണ്ട്, ബലാത്സംഗം ചെയ്യപ്പെട്ട് ക്രൂരമായിട്ട് കൊല്ലപ്പെട്ടവരുണ്ട്. ഇങ്ങനെ പേരറിയാത്ത, നാടറിയാത്ത നിരവധി മനുഷ്യരുടെ ജീവരക്തം കൊണ്ടാണ് ശരിക്കും ഇന്ത്യ എന്നൊരു രാജ്യം ഉണ്ടായി വന്നത്. അപ്പോ അവരെല്ലാം ഓർക്കുന്ന ഒരു സ്മരണ ചടങ്ങാണ് ആദ്യം തന്നെ ഉണ്ടായിരുന്നത്. അതിനുശേഷം രാജേന്ദ്ര പ്രസാദ് ഒരു ചെറിയ പ്രസംഗം നടത്തി. അതിനുശേഷം 11:45 ആയപ്പോൾ ജവഹർലാൽ നെഹ്റു ട്രിസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞിട്ട് വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പ്രസംഗം, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രാഷ്ട്രീയ പ്രസംഗങ്ങളിൽ ഒന്നായിട്ട് ഇത് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതില് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ആരംഭം. ഇവിടെ ഒരു പ്രതിജ്ഞ എടുക്കണമെന്ന് ജവഹർലാൽ നെഹ്റു പറയുന്നുണ്ട്. ആ പ്രതിജ്ഞയുടെ ഒരു പ്രത്യേകത, ഭരണഘടനാ അസംബ്ലിയിലെ മെമ്പർമാരോടാണ് ഈ പ്രതിജ്ഞയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പോ അതിൽ പറയുന്നത് ഈ ഭരണഘടനാ സഭയിലെ എല്ലാ അംഗങ്ങളും സ്വയം എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണ്. അർഹവും ആദരണീയവുമായ സ്ഥാനം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം നേടുന്നതിനെ സംബന്ധിച്ചും ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന തരത്തിലുള്ള ഒരു പ്രതിജ്ഞ എടുക്കണമെന്നാണ് ആ പ്രമേയത്തിൽ ജവഹർലാൽ നെഹ്റു ആവശ്യപ്പെടുന്നത്. നോക്കൂ, നമ്മളുടെ രാജ്യം ഉണ്ടായി വരുമ്പോൾ തന്നെ അതിന്റെ ഒരു ലക്ഷ്യമായിട്ട് ജവഹർലാൽ നെഹ്റു മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ ആ പ്രതിജ്ഞ അവരേറ്റ് പറയണമെന്ന് മാത്രമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ രാജ്യത്തിലെ സകലമാന ജനങ്ങളും ഇത് നെഞ്ചിൽ ഉൾക്കൊള്ളണം എന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഇതാണ്: ലോക സമാധാനത്തിന് വേണ്ടിയും മാനവരാശിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതായത് ഇന്ത്യക്കാരായിട്ടുള്ള മനുഷ്യരെല്ലാം, പ്രത്യേകിച്ച് ഭരണഘടനാ അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് എല്ലാം പ്രവർത്തിക്കണം എന്ന് പറയുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ഭരണഘടന ഉണ്ടാക്കുന്നു. അപ്പൊ ആ ഭരണഘടനയാണ് ഏറ്റവും പ്രധാനം. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയുമ്പോൾ കേവലം അതൊരു പുതിയ രാജ്യത്തിലേക്ക് വന്നിട്ടില്ല. അതിന്റെ ഒരു കാര്യം ഞാൻ പിന്നീട് പറയാം. നമുക്ക് ആ ഭരണഘടന ഉണ്ടായപ്പോഴാണ് നമ്മളൊരു രാജ്യമായി, പൂർണ്ണ സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോ എല്ലാ മനുഷ്യരോടുമാണ് അത് പറയുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ സ്ലൈഡ് ഇതാണ്. ആ സ്വാതന്ത്ര്യത്തിന്റെ ദിനം ജവഹർലാൽ നെഹ്റു തലേ ദിവസം രാത്രി നടത്തിയ ആ ഒരു പ്രസംഗത്തിന്റെ ഇതാണ് ആ സത്യപ്രതിജ്ഞ അവർ ചൊല്ലിയത്. അതിനുശേഷം 12 മണിയോട് കൂടിയിട്ട് ഇന്ത്യ സ്വതന്ത്രമാവുകയാണ് ചെയ്തത്. അതിനുശേഷം ഇതേ പ്രതിജ്ഞ ഇവരെല്ലാവരും ഒരുമിച്ച് ചൊല്ലി. പിന്നെ ഹൻസ മേത്ത എന്ന മെമ്പർ, ഹൻസ മേത്തനെ നമുക്കറിയാം UDHR പോലെയുള്ള, അതായത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് പ്രവർത്തിച്ച മഹത്യായ ഒരു വനിതയാണ് ഹൻസ മേത്ത. ഹൻസ മേത്തയാണ് ആദ്യമായിട്ട് ത്രിവർണ്ണ പതാക, നമ്മുടെ പതാക ഒഫീഷ്യലി കൈമാറുന്നത്. അതിന് മുമ്പേ തന്നെ പതാക അംഗീകരിച്ചിരുന്നു. ഇതാണ് അവിടെ നടന്ന ചടങ്ങ്. അതിനുശേഷം സാരെ ജഹാം സച്ചയും അതോടൊപ്പം തന്നെ ജനഗണമനയും എന്നീ ഗാനങ്ങളൊക്കെ പാടി നമ്മുടെ സഭ അന്നത്തേക്ക് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെയാണ്, ഇതാണ് ഒരു സംഭവം. ഇതിനു മുമ്പ് ഇത് ശ്രദ്ധിച്ചിട്ടുള്ളവരുടെ അവർക്കതറിയാം. ഇല്ലാത്തവരുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി നമ്മൾ രാജ്യം സ്വാതന്ത്ര്യമായി എന്നൊക്കെ പറയുമ്പോൾ എങ്ങനെയായി എന്നുള്ളത് അതിന്റെ ഒരു രംഗം ഞാൻ പറഞ്ഞതാണ്. പിന്നീട് പിറ്റേന്ന് നടന്നത് ഓഗസ്റ്റ് 15, നമ്മള് സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കുന്ന ഓഗസ്റ്റ് 15 രാവിലെ 8:30 കൂടിയിട്ടാണ് ശരിക്കും വൈസ്രോയി ഭവനിൽ ആദ്യം ചെയ്യുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയിട്ടുള്ള മൗണ്ട് ബാറ്റൺ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജെ കനിയ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യയുടെ ഫെഡറൽ കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത്.
ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അന്ന് നമ്മുടെ സുപ്രീം കോടതി ഇല്ല, ഫെഡറൽ കോടതിയാണുള്ളത്. അതിന്റെ ചീഫ് ജസ്റ്റിസ് ആണ് പറഞ്ഞത് ഈ ഓത്ത് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നീട് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തൊട്ടു പിന്നാലെ ക്യാബിനറ്റ് 14ഓളം മെമ്പേഴ്സ് ഉള്ള ക്യാബിനറ്റ് ആണ് ഫോം ചെയ്യുന്നത്. പലരും അതിനകത്ത് ഉള്ള എല്ലാ മെമ്പേഴ്സും 2 മെമ്പേഴ്സ് ഒഴികെ ബാക്കി എല്ലാവരും ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ നിന്ന് തന്നെയുള്ള മെമ്പേഴ്സ് ആയിരുന്നു. വല്ലഭായ് പട്ടേൽ, രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, ഈവൻ നമ്മുടെ ബി.ആർ. അംബേദ്കർ അടക്കമുള്ള ഒരു കൂട്ടം അംഗങ്ങളാണ് ക്യാബിനറ്റിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. വെളിയിൽ നിന്നുള്ളത് ജോൺ മത്തായിയൊക്കെ പോലെയുള്ള കുറച്ച് പേരായിരുന്നു വെളിയിൽ നിന്നുണ്ടായിരുന്നത്. പിന്നീട് അവര് വോട്ടെടുപ്പിലൂടെ വന്ന് അതിലേക്ക് വരികയാണ് ചെയ്തത്. ഇതാണ് അന്ന് രാവിലെ നടന്നത്. അതിനുശേഷം 10 മണിക്ക് വീണ്ടും ഭരണഘടനാ നിർമ്മാണ സഭയെ മൗണ്ട് ബാറ്റൺ അഡ്രസ് ചെയ്യുന്നുണ്ട്. മൗണ്ട് ബാറ്റൺ നന്ദി പറഞ്ഞിട്ട് ആ സഭ അവസാനിക്കുകയും ചെയ്തു. ഞാനിത് പറയുന്നത് ഈ രംഗത്തിന്റെ ഒരു കൗതുകം, അതോടൊപ്പം തന്നെ എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരോടും ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം വൈകുന്നേരം 4:30 കൂടിയിട്ട് ഇന്ത്യ ഗേറ്റ് ഇപ്പോൾ നിൽക്കുന്ന ആ സ്ഥലത്ത് വെച്ചിട്ട് ഒരു പതാക ഉയർത്തലാണ് നടന്നത്. പക്ഷെ 3 ലക്ഷത്തോളം ആളുകൾ തിങ്ങി നിന്ന സ്ഥലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് മൗണ്ട് ബാറ്റനും ജവഹർലാൽ നെഹ്റുവും ഒക്കെ ആ ഭാഗത്തേക്ക് തന്നെ എത്തുന്നത്. അന്ന് വളരെ രസകരമായ ഒരു സംഭവം നടന്നത്, നമ്മള് ഈ ഇന്ത്യയുടെ പതാക മുകളിലേക്ക് ഉയർത്തിയപ്പോ ആകാശത്ത് ഒരു മഴവില്ല് തെളിഞ്ഞു വന്നു എന്നുള്ളതാണ്. അത് ഞാൻ ആദ്യം ഇത് വായിച്ചപ്പോ ആളുകൾ ഇങ്ങനെ ഈ കൗതുകം കൊണ്ടും സ്നേഹം കൊണ്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കയറ്റി പറയുമല്ലോ, അങ്ങനെ പറഞ്ഞതാണ് എന്നാണ് കരുതിയത്. പക്ഷെ അത് ശരിക്കും അങ്ങനെ സംഭവിച്ചിരുന്നതാണ്. മഴവില്ലുണ്ടായത് ശാസ്ത്രീയമായ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതിന്. പക്ഷെ നമുക്ക് കാൽപ്പനികമായി കൗതുകകരമായിട്ട് തോന്നിയാൽ അതൊരു സത്യമായ കാര്യമാണ്. കാരണം പിറ്റേന്ന് മൗണ്ട് ബാറ്റൺ ബ്രിട്ടനിലേക്ക് അയക്കുന്ന മെസ്സേജിൽ ഈ മഴവില്ലിന്റെ കാര്യം പറയുന്നുണ്ട്. പി മേനോന്റെ പുസ്തകത്തിൽ അത് കാര്യം പറയുന്നുണ്ട്. നിരവധി ആളുകൾ അത് കണ്ടതായി പറയുന്നുണ്ട്. ഞാനത് കൗതുകം എന്നുള്ള നിലയിൽ ഇതിന്റെ കൂടെ പങ്കുവെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഈ പതാക ഉയർത്തലാണ് അന്ന് നടന്നത്. പിറ്റേന്നാണ്, അതായത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ് ശരിക്കും ഇന്നത്തെ നമ്മുടെ റെഡ് ഫോർട്ടില് പതാക ഉയർത്തിയത്. പിന്നീട് അത് നമ്മൾ 15-ലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ഇതാണ് ആ 15-ല് നടന്ന പതാക ഉയർത്തല്. കേൾക്കാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പൊ ക്യാമറ വർക്ക് ചെയ്യുന്നില്ല. ഞാനിപ്പോ ഒന്ന് ഓഫ് ചെയ്താണ്. ഞാനൊന്ന് AC ഒന്ന് ഓഫ് ചെയ്യുന്നു. ഓക്കെ. ഇത് ഒക്കെ നടക്കുമ്പോ ഈ ചെങ്കോട്ടയിലെ ഇത് നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇത്തരം ആഘോഷങ്ങളൊക്കെ ഭരണഘടനയും അല്ലെങ്കിൽ ഭരണഘടനാ അസംബ്ലിയും ചുറ്റുമുള്ള ഒരു കൂട്ടം രാഷ്ട്രീയ നേതാക്കന്മാർ വളരെ ആഘോഷത്തിൽ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിരിക്കുമ്പോൾ, ഇന്ത്യ മുഴുവൻ അത്തരം ഒരു ആഘോഷത്തിന്റെ ഒരു ഭാഗമാകുന്ന സമയത്ത് മറ്റൊരു കാര്യം, ഗാന്ധിജി ഈ ഇത്തരം ആഘോഷവേളയിലോ അത്തരം ഭാഗങ്ങളിലോ ഒന്നും തന്നെ ഇല്ല. നമ്മൾ ഗാന്ധിയെ മനസ്സിലാക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഗാന്ധി ഞാൻ ഈ കാണിച്ച ചിത്രം പോലെ തന്നെ കൽക്കട്ടയിലെ ഒരു സ്ഥലത്ത്, ബലിയഘട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ദരിദ്ര ഭവനത്തിൽ താമസിച്ചുകൊണ്ട് അവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായ വലിയ വർഗീയ പ്രശ്നങ്ങൾ അന്ന് ഉണ്ടാകുന്നുണ്ട്. അവിടെ മുതലാണ് നമ്മൾ ഇന്ത്യ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ 14, 15, 16 ദിവസങ്ങളിലൊക്കെ ഇന്ത്യ ഭംഗിയായിട്ട് സ്വാതന്ത്ര്യം ആഘോഷിച്ചപ്പോ 17-ാം തീയതി തുറക്കാൻ വെച്ചിരുന്ന ഒരു വലിയ ബോംബ് ഉണ്ടായിരുന്നു. അതാണ് ഈ റാഡ്ക്ലിഫിന്റെ, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെയാണ് വിഭജിക്കുന്നത്, വിഭജിക്കാനുള്ള തീരുമാനമേ എടുത്തിട്ടുള്ളൂ. ഇന്ത്യ എങ്ങനെ വിഭജിക്കണം, ആ ലൈൻ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നില്ല. നോക്കൂ, നമ്മൾ ഏകദേശം ഇന്ത്യ പോലെ അതിവിശാലമായ ഒരു രാജ്യം 36 ദിവസം കൊണ്ട് ഇന്ത്യയെ പറ്റി യാതൊന്നും അറിയാതിരുന്ന ഒരു മനുഷ്യൻ ബ്രിട്ടനിൽ നിന്ന് വന്ന ഒരു വര വരച്ചാണ് നമ്മളെ 2 രാജ്യമാക്കിയത്. അപ്പൊ അദ്ദേഹത്തെ, സിറിൽ റാഡ്ക്ലിഫിനെ ബ്രിട്ടൻ തെരഞ്ഞെടുക്കുന്നത് തന്നെ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള ധാരണയില്ല, അറിവില്ലാത്തത് കൊണ്ട് ഒരു മനുഷ്യനെ കൊണ്ടുവരുവാണ്. അപ്പൊ അദ്ദേഹം അവിടുത്തെ ഒരു അഭിഭാഷകനായിരുന്നു. അപ്പൊ അദ്ദേഹം വന്നിട്ട് ഒരു ചെറിയ റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട്, ചൂട് കാരണം അദ്ദേഹം പുറത്തും പോയില്ല. അപ്പൊ അവിടെ ഇരുന്ന് 2-3 കുറെ വക്കീലന്മാർ 2 സൈഡിൽ നിന്നിട്ട് വാദിക്കുകയാണ് ഓരോരോ സ്ഥലങ്ങളെ പറ്റി. എന്നിട്ടൊരു ഫൈനൽ തീരുമാനം ഇദ്ദേഹം എടുക്കുകയാണ്. പക്ഷെ ഈ തീരുമാനത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയുമില്ല. കോടാനുകോടി മനുഷ്യർ ജീവിക്കുന്ന ഇടങ്ങളിലൂടെ അദ്ദേഹം വരച്ച ആ വര, വിഭജനം കാരണം 100 കണക്കിന്, 1000 കണക്കിന്, ലക്ഷക്കണക്കിന് മനുഷ്യര് മരിക്കാൻ സാധ്യതയുള്ള, പരസ്പരം അടികൂടാൻ സാധ്യതയുള്ള, അവരുടെ സ്വത്തും ജീവനും ഒക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കാര്യം ഈ ഓഗസ്റ്റ് 17-ാം തീയതി വരെ അത് ഈ സ്വാതന്ത്ര്യത്തിന് സന്തോഷത്തിനകത്ത് ഇത് ഇടപെടുത്തണ്ട എന്ന് കരുതി
അത് മറച്ചു വെച്ചേക്കുമായിരുന്നു. അപ്പൊ ഈ ഒരു പ്രശ്നം മുന്നിൽ കണ്ട് മഹാത്മാഗാന്ധി ജനങ്ങളോടൊപ്പം ബംഗാളിന്റെ തെരുവില് നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം സത്യാഗ്രഹ പരിപാടികളിലായിരുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഓഗസ്റ്റ്, ഒരു നിമിഷം, ഇതാണ് 17-ാം തീയതിയാണ് റാഡ്ക്ലിഫ് ലൈൻ പ്രഖ്യാപിക്കുന്നത്. ഈ റാഡ്ക്ലിഫ് ലൈൻ വന്നതോടുകൂടി ഇന്ത്യ വേറൊരു ഘട്ടത്തിലേക്ക് മാറി. ലോകത്ത് ഒരു രാജ്യവും ഇമാതിരി രക്തം ചിന്തി സ്വതന്ത്രനായിട്ടുണ്ടാവില്ല. കാരണം അത്രയേറെ മനുഷ്യര്, അതായത് അനൗദ്യോഗിക കണക്കനുസരിച്ച് 20 ലക്ഷം വരെ, 5 ലക്ഷം എന്ന് പറയുന്നു ഔദ്യോഗികമായി, 10 ലക്ഷം എന്ന് പറയുന്നു, 20 ലക്ഷത്തോളം മനുഷ്യര് റോഡിലും തെരുവിലും റെയിൽവേ ട്രാക്കുകളിലും ഒക്കെ ആയിട്ട് മരിച്ചും അവരുടെ ജീവനും സ്വത്തും ഒക്കെ അവര് ഇന്ന് വരെ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ ഇന്നു മുതൽ ഈ രാജ്യത്തിന്റെ ഭാഗമല്ല നിങ്ങളെന്ന് അവർ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ മരിച്ച നൂറുകണക്കിന് മനുഷ്യരുണ്ട്. നോക്കൂ, ആ സമയത്ത് നമ്മൾ ഭരണഘടന എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഭരണഘടന നമുക്ക് ആയിട്ടില്ല. അതായത് ഇന്ത്യയുടെ ജീവരക്തം കൊണ്ട് എഴുതിയ ഒരു ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗമാണ് ശരിക്കും ഈ നവോത്ഥാന രേഖയാണ് ശരിക്കും നമ്മുടെ ഭരണഘടന എന്ന് നമ്മൾ ഓർക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം കൂടി പറയുന്നത്. അതായത് അത് എഴുതുന്ന സമയത്ത് പോലും ഇന്ത്യ അതിശക്തമായ രീതിയിൽ, അതിഭയങ്കരമായ രീതിയിലുള്ള രക്തരൂക്ഷിത വിപ്ലവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കൂ, കുറേയേറെ ചിത്രങ്ങളുണ്ട്. അസോസിയേറ്റഡ് പ്രസ് എടുത്ത ചിത്രങ്ങളാണ്. നോക്കൂ, ഈ നമ്മൾ ഇന്നും ഒരു ട്രെയിനിന്റെ മുകളിൽ ഇങ്ങനെയൊന്നും യാത്ര ചെയ്തില്ല. നോർത്ത് വെസ്റ്റ് റെയിലിന്റെ ഒരു ട്രെയിനാണ് ഇത്. ഒറിജിനൽ പിക്ചറാണ്, അസോസിയേറ്റഡ് പ്രസ് എടുത്ത പിക്ചറാണ്. ഏറ്റവും വലിയ ഒരു പലായനമാണ് അന്ന് നടന്നത്. ഇതൊക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. പല പിക്ചറുകളും ഈ ലൈഫ് മാഗസിന് വേണ്ടിയിട്ട് മാർഗരറ്റ് ബർഗ് വൈറ്റ് എടുത്ത പിക്ചറാണ്. അവർ ലേഡി ഫോട്ടോഗ്രാഫർ ആയിരുന്നു, അമേരിക്കയിൽ നിന്നുള്ള. ലോകത്തിന്റെ പല ഇത്തരത്തിലുള്ള രംഗങ്ങളും അവര് പകർത്തിയിട്ടുണ്ട്. മാർഗരറ്റ് ബർഗ് വൈറ്റിന്റെ ഫോട്ടോകൾ നിങ്ങൾ സമയം കിട്ടുമ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾ ഈ പറയുന്ന കാര്യം എത്രമാത്രം ഭീകരം നമുക്ക് മനസ്സിലാക്കാം. വേറൊരു പിക്ചർ പഞ്ചാബിൽ നിന്ന് ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു പിക്ചറാണ്. വേറൊരെണ്ണം. ഇതൊക്കെ ഒറിജിനൽ ആണ് കേട്ടോ. ഇതിന്റെ ബാക്കിൽ കാണുന്ന ഈ താഴെ ഈ കുട്ടി ഇരിക്കുന്നതിന്റെ താഴെയായിട്ട് നമ്മൾ കാണുന്ന ആ ഒരു ചെറിയ ചെറിയ ഷീറ്റുകളൊക്കെ കെട്ടിയിരിക്കുന്നത് മൊത്തം അഭയാർത്ഥികളാണ്. ഈ അഭയാർത്ഥികള് ക്യാമ്പുകൾ മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ഇവർക്ക് ആർക്കും താമസിക്കാനുള്ള ഇടമില്ല. ഇവരുടെ ഇടയിലായിരുന്നു മഹാത്മാഗാന്ധി പിന്നീടും പ്രവർത്തിച്ചത്. ഏതായാലും അതിനുശേഷം ഓഗസ്റ്റ് 29-ാം തീയതിയാണ് ശരിക്കും ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിക്കുന്നത്. അപ്പൊ അന്ന് വരെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു വന്നിരുന്നില്ല. ഇത്രയും 7-8 പേരടങ്ങുന്ന ഇങ്ങനെ ഒരു സംഘം ആണ് അതിന്റെ പിന്നിലുണ്ടായിരുന്നത്. അത് നേതൃത്വം കൊടുത്തത് BR അംബേദ്കർ ആണ്. അതിനുശേഷം നടന്നത് ഓഗസ്റ്റ് 31-ാം തീയതി പഞ്ചാബ് ബൗണ്ടറി ഫോഴ്സ്, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ബൗണ്ടറി ഫോഴ്സ് അത് ഇനി കൊണ്ടു നടക്കാൻ ബ്രിട്ടനാകില്ല എന്ന് പറഞ്ഞിട്ട് അവര് പിരിച്ചുവിട്ടിട്ട് അതാത് രാജ്യങ്ങളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് കൂടുതൽ പ്രശ്നങ്ങൾ തുടങ്ങിയത്. ആ പ്രശ്നങ്ങൾക്കെല്ലാം മഹാത്മാഗാന്ധി അല്ലാതെ മറ്റൊരു പരിഹാരം ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ എപ്പോഴും ഓർക്കണം. മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു മനുഷ്യന് ഇന്ത്യക്ക് ഇല്ലായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ 20 ലക്ഷത്തിനപ്പുറത്തേക്ക് ഈ കലാപത്തിന്റെ റിസൾട്ടുകൾ ഉണ്ടാകുമായിരുന്നു. ഇതുകൊണ്ടാണ് മൗണ്ട് ബാറ്റൻ പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു കത്തില്, മഹാത്മാഗാന്ധിക്ക് അയച്ച കത്തിൽ പറയുന്നത് 55,000-ഓളമുള്ള എന്റെ ഫോഴ്സിന് കഴിയാതിരുന്നത്. അതൊരു ടെമ്പററി ആയിട്ട് എടുത്ത ഒരു സൈനിക സംഘമായിരുന്നു പഞ്ചാബ് ബൗണ്ടറി ഫോഴ്സ് എന്ന് പറയുന്നത്. ഓഗസ്റ്റ് 1-ാം തീയതി എടുത്താണ്. അപ്പൊ ഈ സംഘത്തിന് കഴിയാത്തത് ഒരൊറ്റ മനുഷ്യന് കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഗാന്ധിയെ പറ്റിയിട്ടാണ് ആ കാര്യം പറയുന്നത്. അപ്പൊ വീണ്ടും നമുക്ക് ഇതാണ് ശരിക്കും അതിന്റെ നമ്മൾ നടന്ന ഒരു ചരിത്രത്തിന്റെ ആ ദിവസങ്ങളുടെ ഒരു ചരിത്രം. നമുക്ക് വീണ്ടും കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് വരാം. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, നിരവധി മെമ്പേഴ്സ് അതിലുണ്ടായിരുന്നു. പ്രൊവിൻസുകളിൽ നിന്ന് സെലക്ട് ചെയ്തവരുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ അല്ലാതെ വന്നവരുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു ജനാധിപത്യം ഉണ്ട് എന്ന തരത്തിലുള്ള വാദങ്ങളുണ്ട്. ഏതായാലും വന്നേക്കുന്ന മെമ്പേഴ്സ് അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. അപ്പൊ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിച്ച ഈ ഭരണഘടനയെ പറ്റിയും അതിന്റെ മൂല്യങ്ങൾ, ഇവരെന്താണ് ശരിക്കും ഇന്ത്യയെ പറ്റി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇന്ത്യ എങ്ങനെ നിലനിൽക്കണമെന്നാണ് നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ആഗ്രഹിച്ചിരുന്നത്, അതിനെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ, നമ്മൾ ഇത് കേൾക്കുന്നവരിൽ പല വിഭാഗത്തിലുള്ള ആൾക്കാരുണ്ടാകും. അപ്പൊ ഏതായാലും നമ്മളുടെ ഈ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. അപ്പൊ അത്തരം ഒരു ചിന്തയോട് കൂടിയിട്ട് നമ്മൾ ഈ ഭരണഘടനയെ പറ്റി കേൾക്കാനിരുന്നാൽ നമ്മളെ നോവിക്കാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സുകളിലും പറയാറുണ്ട്, നമ്മളുടെ ഈ വർഗ സത്വബോധം ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആ യന്ത്രം ഈ ഭരണഘടനാ ക്ലാസ് കേൾക്കുമ്പോൾ തൽക്കാലം ഓഫ് ചെയ്യണം എന്നുള്ളത്.
അപ്പോ അങ്ങനെ ഓഫ് ചെയ്യുക എന്നുള്ളത് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയാണ്. അപ്പൊ ആദ്യം തന്നെ ഇതാണ് നമ്മളുടെ ഭരണഘടന എന്നാണ് നമ്മൾ പറയുന്നത് മലയാളത്തിൽ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഭരണഘടന എന്നൊരു വേർഡ് ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭരണം എന്ന് പറയുന്ന ഒരു കാര്യവുമായി ഈ ഭരണഘടനയ്ക്ക് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. മറ്റൊരു വാക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഭരണഘടന എന്നുള്ളൊരു വേർഡ് വന്നത്. ഹിന്ദിയിൽ ഇതിനെ സംവിധാൻ എന്നാണ് പറയാ. ശരിക്കും നമ്മളുടെ രാജ്യം, നമ്മളുടെ ജനങ്ങൾ ചേർന്നിട്ട് അത് എങ്ങനെ കൊണ്ടുപോകണമെന്ന് സംവിധാനിക്കപ്പെടാനും ക്രമപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഒരു നയരേഖയാണ് ശരിക്കും നമ്മളുടെ ഭരണഘടന എന്ന് പറയുന്നത്. അല്ലാതെ ആരെങ്കിലും ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അടിച്ചമർത്താൻ വേണ്ടി, ഭരണം എന്നുള്ള വേർഡിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു അപ്പർ ലെവലിൽ നിൽക്കുന്ന ഒരാളും ഭരിക്കപ്പെടുന്ന ആളുകളും ഉണ്ടാകും എന്നുള്ളതാണ് ഭരണത്തിന്റെ ഒരു പ്രശ്നം. അപ്പൊ അതുകൊണ്ട് ഭരണഘടന എന്ന് വേറെ വാക്കില്ലാത്തത് കൊണ്ടാണ് ആ വാക്ക് തന്നെ ഒരു മിസ്റ്റേക്ക് ആണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഭരണമില്ല. അപ്പൊ ഇതാണ് ഒരു കാര്യം ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തത് നോക്കൂ, ഈ ഭരണഘടന വരുന്ന സമയത്ത് ഉള്ള ഇന്ത്യയുടെ ഒരു ഭൂമിശാസ്ത്രമാണ് ഈ കാണുന്നത്. മേളില് പഞ്ചാബ്, കംപ്ലീറ്റ് പഞ്ചാബ് ഉണ്ട്, സിന്ധ് ഉണ്ട്, അതും കൂടെ ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, മ്യാൻമാർ ഉണ്ട്, തുടങ്ങിയ എല്ലാം ചേർന്നിട്ടുള്ള ഒരു വലിയ രാജ്യമാണ് മുന്നേ ഉണ്ടായിരുന്ന ഇന്ത്യ. അതിനുശേഷം ഇതിൽ നിന്നാണ് വ്യത്യാസങ്ങളെല്ലാം വന്നത്. നമുക്ക് അറിയാം, നിരവധി വ്യത്യസ്തതയുള്ള ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യ. അതിന്റെ ഭൂമിശാസ്ത്രം നോക്കിയാലും വ്യത്യസ്തരായിട്ടുള്ള ജാതി, മതങ്ങള്, എന്താ പറയാ, വേഷം, അവരുടെ ഭക്ഷണം ഒക്കെ വ്യത്യസ്തമായ, ഒന്നുകൊണ്ടും ഇന്ത്യയെ നമുക്ക് ഒന്നിപ്പിച്ച് നിർത്താൻ ഒരു എലമെന്റ് ഇല്ല. എല്ലാ തരത്തിലും, കാലാവസ്ഥയുടെ കാര്യത്തിൽ എടുത്താലും ഒക്കെ വ്യത്യസ്തങ്ങളാണ്. ജാതി വിഭാഗങ്ങൾ തന്നെ ഏതാണ്ട് 3000-ഓളം ജാതി വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് മണ്ഡൽ കമ്മീഷൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 6000-ഓളം പിന്നോക്ക വിഭാഗങ്ങൾ ഇവിടെ ഉണ്ട്. 122-ഓളം പ്രാദേശിക ഭാഷകളുണ്ട്. പ്രധാന ഭാഷകൾ 122-ഉം ഏതാണ്ട് 1600-ഓളം പ്രാദേശിക ഭാഷകളും ഇവിടെയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു നാടിനെ മുഴുവൻ ഒന്നിപ്പിച്ച് നിർത്തുക എന്നത് തന്നെ ഒരു വലിയ ടാസ്ക് ആണ്. അപ്പൊ ഇവരെ ഒന്നിപ്പിച്ച് നിർത്തുന്നതാണ് ഈ മൂല്യങ്ങൾ. അപ്പോ ഇത്തരം ഒരു രാജ്യം ഉണ്ടാക്കിയ ജനങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അതായത് നമ്മൾ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ ജനങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നോക്കൂ, ഇന്ത്യ ഉണ്ടാകുന്നതിന് മുമ്പ്, ഞാനിപ്പോ സ്ക്രീൻ കാണാമെങ്കിൽ അതിനുള്ളിൽ കാണുന്നത് നമ്മുടെ കേരളം മാത്രം എടുത്താൽ അതിനകത്ത് വരുന്ന നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ്. ധാരാളം നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമായിരുന്നു ഇന്ത്യ. 600-ഓളം നാട്ടുരാജ്യങ്ങൾക്കാണ് കേട്ടോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അപ്പൊ അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം മൊത്തത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ ഈ കാണുന്ന ചിത്രം നോക്കിയാൽ തന്നെ അറിയാം, നിരവധി രാജ്യങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മുടെ കേരളം അടങ്ങുന്ന ഈ ഒരു ഭാഗം, തിരുവിതാംകൂർ ഒരു വേറൊരു രാജ്യമായിട്ട് നിന്ന് ഞങ്ങൾ ഇന്ത്യയിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് ഉണ്ടായത്. സ്വാതന്ത്ര്യദിനം 15-ാം തീയതി ആണെങ്കിൽ 12-ാം തീയതി മാത്രമാണ് ഈ അക്സഷൻ അംഗീകരിച്ച് ഇന്ത്യയിലേക്ക് വരുന്ന ഒരു രാജ്യത്തിന്റെ പേരാണ് ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത്. ഇവിടെ സ്വന്തമായിട്ടൊരു ഭരണഘടനയൊക്കെ ഉണ്ടാക്കി, അതോടൊപ്പം തന്നെ ഈ ഒരു അമേരിക്കൻ ഭരണഘടനാ മോഡലിൽ ഇവിടെ നമുക്ക് നിലനിൽക്കാൻ കഴിയുമെന്ന് SRCP-യുടെ കാലത്ത് അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ധാതു ലവണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് വിറ്റ് നമുക്ക് ജീവിക്കാമെന്ന ധാരണയിൽ ബ്രിട്ടനുമായിട്ട് അവർ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്വതന്ത്രമായിട്ടുള്ള പോസ്റ്റൽ സംവിധാനവും ഇവിടെ സ്വതന്ത്രമായിട്ട് ഉള്ള ട്രാൻസ്പോർട്ട് സംവിധാനം ഒക്കെ നിലനിന്നിരുന്ന ഒരു നാടാണ് നമ്മുടെ ഈ തിരുവിതാംകൂർ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് സ്വതന്ത്ര രാജ്യം പോലെ പ്രവർത്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഈ പാകിസ്ഥാനുമായിട്ട് ചേരാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജിന്നയായിട്ട് കത്തൊക്കെ എഴുതി അരിയും മറ്റു കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ള വഴി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം വിശദമായ പുസ്തകം BP മേനോന്റെ പുസ്തകമുണ്ട്. അപ്പൊ അതിൽ ഇതെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. ഈ പട്ടേലും BP മേനോനും കൂടെ ചേർന്നിട്ട് ആണ് ഈ ഒരുപാട് രാജ്യങ്ങളെ കൂടിച്ചേർക്കുന്നത്. അതും ഈ ഒരു അടുത്ത കാലത്ത് നടന്നതാണ്. അതായത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 47 ഓഗസ്റ്റ് സമയങ്ങളിലാണ് എല്ലാ നാട്ടുരാജ്യങ്ങളും വന്നു ചേരുന്നത്. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യയിലെ ജനങ്ങളെ മുഴുവൻ എടുക്കുമ്പോൾ നമ്മൾ എവിടെ നിന്ന് വന്നവരാണ് എന്നൊരു കേവല ബോധ്യമെങ്കിലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള പല അഭിമാനബോധങ്ങളും നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാൻ കഴിയും എന്ന് തോന്നുന്നുണ്ട്. നോക്കൂ, ഇത് റിയർലി ഹ്യൂമൻ മൈഗ്രേഷന്റെ ഒരു ഗ്രാഫാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. നമ്മൾ എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് 450-ഓളം കോടി പഴക്കമുള്ള ഭൂമിയിൽ മനുഷ്യരുണ്ടായിട്ട് ഏതാണ്ട് 2.5 ലക്ഷം വർഷത്തോളം ആയിട്ടുള്ളൂ. വളരെ കുറഞ്ഞ പ്രായമുള്ള ഒരു ജീവിയാണ് ശരിക്കും മനുഷ്യരെന്ന് നമ്മളെല്ലാം മനസ്സിലാക്കണം. അപ്പൊ ഈ 2.5 ലക്ഷം വർഷം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പലതും ചിന്തിക്കും. നമ്മളൊരു തേങ്ങയുടെ കാര്യം ആലോചിച്ച് നോക്കിയാൽ ഒരു 5 തേങ്ങ 10 തേങ്ങ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
പക്ഷെ ഒരു 1000 തേങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ തേങ്ങ എന്നേ കരുതുള്ളൂ. 10,000 തേങ്ങ എന്ന് പറഞ്ഞാൽ കുറെ തേങ്ങ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് വർഷങ്ങൾ പോകുന്നത്. ഇന്നത്തെ ഒരു ദിവസം കടന്നതുപോലെ ഒരു ദിവസം അങ്ങനെ അങ്ങനെ വർഷങ്ങൾ കൂടി ചേർന്നിട്ടുള്ള 2.5 ലക്ഷം വർഷമാണ് കേട്ടോ. ഈ വർഷത്തിനിടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. ആഫ്രിക്കയിൽ നിന്ന് വന്ന മനുഷ്യര് ഇങ്ങനെ നടന്ന് നമ്മളുടെ നാടുകളിലേക്കൊക്കെ എത്തിയത് ഏതാണ്ട് ഒരു 50,000 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നവരാണ്, നമ്മൾ വന്നവര് ആഫ്രിക്കയിൽ നിന്നുള്ള ഒരൊറ്റ ജനതയായി തുടർന്ന മനുഷ്യരാണ്. അവരാണ് പല മതങ്ങളും പല ജാതികളും പല സംവിധാനങ്ങളും ഒക്കെ ആയിട്ട് മാറി ഇന്ന് വേറെ വിഭാഗങ്ങളിൽ നിന്നിട്ട് പരസ്പരം പോരടിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ എർലി ഹ്യൂമൻ മൈഗ്രേഷന്റെ ഈ പിക്ചർ ഇട്ടത്. ഇത് സയന്റിഫിക്കലി വളരെ പ്രൂവൺ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പോൾ ജെനറ്റിക്സ് ഒക്കെ വന്നതോട് കൂടിയിട്ട് നിരവധി തെളിവുകൾ അതിനകത്ത് മൈറ്റോകോൺഡ്രിയൽ DNA, അതോടൊപ്പം തന്നെ ഹാപ്ലോ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ, ഇതെല്ലാം മനുഷ്യരെ കൃത്യമായിട്ട് ആഫ്രിക്കയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനമാണ്. അപ്പൊ ഇങ്ങനെ വന്നവരാണ് നമ്മൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നവരാണ്, നിങ്ങൾ പുതുതായി വന്നവരാണ്, നിങ്ങൾ പുറത്തു പോകൂ എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ ഇപ്പൊ വരുമ്പോൾ മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മുടെ വീട് എവിടെ എന്നൊരു ചിന്ത നമ്മൾ ആലോചിച്ച് നോക്കണം. നമ്മൾ നേരെ ഇപ്പൊ അറബിക്കടലിന്റെ അവിടെ പോയി നിന്ന് നേരെ പടിഞ്ഞാറേക്ക് നോക്കിയാൽ കാണുന്നത് എത്യോപ്യയുടെ ഭാഗങ്ങളാണ്, അല്ലെങ്കിൽ സോമാലിയയുടെ ഭാഗങ്ങളാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഒരു യാത്രയാണ് മനുഷ്യരെ ഇവിടെ എല്ലാം എത്തിച്ചത്. ഏതാണ്ട് 45,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഓസ്ട്രേലിയ വരെ എത്തിയ ഒരു മനുഷ്യവംശമാണ് എല്ലായിടത്തും ഉള്ളത്. നമ്മളെല്ലാം ഒരൊറ്റ ജനതയുടെ മാർഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് എല്ലാവരും. ഓക്കെ, പിന്നെ ഈ അങ്ങനെ വന്ന മനുഷ്യർക്ക് ധാരാളം മാറ്റങ്ങൾ ഉണ്ടായി. ഈ 12,000 വർഷങ്ങൾക്ക് മുമ്പ് കൃഷി കണ്ടുപിടിക്കുന്നു, കുടുംബ സംവിധാനങ്ങൾ ഉണ്ടാവുന്നു, ഈ സമ്പത്ത് ഉണ്ടാവുന്നതോട് കൂടിയിട്ട് അത് വിവാഹം പോലെയുള്ള ബന്ധങ്ങളിൽ ആൾക്കാർ റെസ്ട്രിക്ഷൻ വെക്കുന്നു, സ്ത്രീകളുടെ കഷ്ടകാലം അന്ന് തുടങ്ങുന്നു. പിന്നെ അങ്ങനെ അങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. നമുക്ക് ഇവല്യൂഷന്റെ കാര്യം മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാവും. പലതരത്തിലുള്ള ഫുഡുകൾ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, ഗോതമ്പ്, പലതരത്തിലുള്ള മില്ലറ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്, കുടുംബങ്ങൾ ശക്തമാവുന്നുണ്ട്. അപ്പൊ കുടുംബങ്ങൾ ശക്തമായി കഴിഞ്ഞപ്പോ ഗോത്ര രാജാക്കന്മാർ വന്നു. രാജാക്കന്മാർക്ക് വളരെ എളുപ്പത്തിൽ മനുഷ്യനെ ഭരിക്കാൻ ജാതികളും മതങ്ങളും ഉപയോഗിച്ചാൽ കഴിയുമെന്ന് കണ്ടെത്തിയതോട് കൂടിയിട്ട് മതങ്ങളും സാമ്രാജ്യങ്ങളും ഒരുമിച്ച് വളരാൻ തുടങ്ങി. അങ്ങനെ പലതും നോക്കൂ. ഇവിടെ ഇപ്പോ എംപേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. അതിനു മുമ്പ് ജനപദങ്ങളുടെ ഒരു കുറെ കാലഘട്ടം ഇന്ത്യയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ചിത്രത്തിൽ കാണിച്ചേക്കുന്നത് ഇന്ത്യ ഭരിച്ച വിശാലമായിട്ടുള്ള വളരെ വലിയ എംപേഴ്സിന്റെ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളുടെ ചിത്രങ്ങളാണ്. ഒന്ന് മൗര്യ സാമ്രാജ്യമൊക്കെ നമുക്കറിയാം. ഇന്ന് മുതൽ നമ്മൾ ബാക്കിലേക്ക് എണ്ണിയ ഏതാണ്ട് 2026 വർഷങ്ങൾ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ട് എണ്ണുന്നതാണ് ഈ BCE എഴുതിയേക്കുന്നത്. അങ്ങനെ ഒരു 322 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ മൗര്യ എംപയർ ഒക്കെ വന്നത്. നമുക്കറിയാം ചന്ദ്രഗുപ്ത മൗര്യനെയൊക്കെ. അദ്ദേഹം ജൈന രാജാവായിരുന്നു, പിന്നീട് ഹിന്ദു രാജാവ്, അതോടൊപ്പം തന്നെ പിന്നെ കുറച്ചുകൾ കഴിഞ്ഞ് ജൈന രാജാവായി മാറിയ പാടലിപുത്രമൊക്കെ ഉള്ള മെഗസ്തനീസ് ഒക്കെ സന്ദർശിച്ച ആ ഒരു മൗര്യ രാജാവിന്റെ അതേ സ്ട്രീമിൽ തന്നെയാണ് അശോകൻ വരുന്നത്. അശോകൻ ബുദ്ധ രാജാവായിരുന്നു. പിന്നെ നോക്കൂ, ഗുപ്ത അത് ഹിന്ദു രാജാവായിരുന്നു. പിന്നെ ഡൽഹി സുൽത്താനേറ്റ് ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി, മുഗൾ എംപയർ, ഇതൊക്കെ മുസ്ലിം രാജാക്കന്മാരാണ്. പിന്നെ മറാത്ത, സിഖ് എംപയേഴ്സ് ഒക്കെ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇന്ത്യ ഒരു വലിയ രാജ്യമായി വരുന്നതിനിടയിൽ ഇത്തരം മാറ്റങ്ങളിൽ വിവിധ മതവിഭാഗങ്ങൾ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ ആരുടെയെങ്കിലും ഒക്കെ ഭാഗം മാത്രമായിരുന്നു എന്നൊരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം ഒന്ന് പഠിച്ചാൽ നമുക്കിത് മനസ്സിലാവും. എന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചത്. നമ്മുടെ ഉള്ളിലുള്ള ചില ബോധ്യങ്ങൾക്ക് മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു പിക്ചർ കാണിച്ചത്. പിന്നീട് ഉണ്ടായത് നോക്കൂ, പൗരാണികമായിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ധാരാളം ആളുകൾ ഇവിടെ വന്ന് കച്ചവടങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ വന്നിട്ടുണ്ട്. പേർഷ്യക്കാർ വന്നിട്ടുണ്ട്, ഗ്രീക്കുകാർ വന്നിട്ടുണ്ട്, റോമക്കാർ വന്നിട്ടുണ്ട്, ചൈനക്കാർ വന്നിട്ടുണ്ട്, അറബ്സ് വന്നു. അവരൊക്കെ കച്ചവടത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു കച്ചവടത്തിൽ വള്ളത്തിൽ കയറി ഇവിടെ വരികയും ഇവിടുത്തെ ആളുകൾക്ക് കൊടുക്കുകയും അവർ ആ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോവുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഞാൻ ഇപ്പൊ ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന അഗ്രൻഡൈസിങ് നാഷണലിസത്തിന്റെ ആളുകൾ ഇന്ത്യയിലേക്ക് എത്തിയത്. പോർച്ചുഗീസുകാരും ഡച്ചുകാരും ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ഒന്നും വന്നത് അവർ ഈ കച്ചവടത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ ചരിത്രം തെറ്റിദ്ധരിക്കപ്പെട്ട് പഠിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അവര് വന്നത് പൂർണ്ണമായും കൊള്ളയടിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയൊക്കെ തുടക്കം മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാവും. ബ്രിട്ടനൊക്കെ നമ്മളെക്കാൾ വളരെ ദാരിദ്ര്യം പിടിച്ച ഒരു നാടായിരുന്നു. ചാൾസ് ഡിക്കൻസിന്റെ നോവലുകളൊക്കെ വായിച്ചാൽ, ഒലിവർ ട്വിസ്റ്റ് ഒക്കെ വായിച്ചാൽ നമുക്കത് കുറച്ചും കൂടി മനസ്സിലാവും അന്നത്തെ ഒരു ബ്രിട്ടന്റെ ദാരിദ്ര്യാവസ്ഥ. കാരണം 100 വർഷത്തോളം നീണ്ടു നിന്നൊരു യുദ്ധത്തിൽ പൊട്ടി വല്ലാതെ പട്ടിണിയായി കിടക്കുന്ന ഒരു ബ്രിട്ടനെ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ സമയത്താണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിക്കുന്നത്. അന്ന് അവർക്ക് പ്രചോദകമായി എന്ന് പറയുന്ന ഒരു കഥ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച തോമസ് സ്മിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഡിറ്റർ സ്മിത്ത് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം ആ കമ്പനി രൂപീകരിക്കാൻ വേണ്ടി ഒരു ഹാളിൽ കൂടിയ മനുഷ്യരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഫ്രാൻസിസ് ഡ്രേക്കിനെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ഫ്രാൻസിസ് ഡ്രേക്ക് എന്ന് പറയുന്നത് ഒരു കടൽ നാവികനായിരുന്നു. അപ്പൊ അദ്ദേഹം
ഈ ഒരു കപ്പലുമായിട്ട് പോയിട്ട് സ്പെയിന്റെ ഒരു കപ്പൽ കൊള്ളയടിച്ചുകൊണ്ട് ബ്രിട്ടനിലേക്ക് 1,00,000 പൗണ്ട് കൊണ്ടുവന്നു. വളരെ ദാരിദ്ര്യം പിടിച്ച നാട്ടിലേക്ക് 1,00,000 പൗണ്ട് കൊണ്ടുവന്ന ഈ ഫ്രാൻസിസ് ഡ്രേക്കിനെ പോലെ നമ്മൾക്കും കപ്പലുമായി പോയാൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇത്തരത്തിൽ കൊള്ളയടിച്ചോ അല്ലാതെയോ ധാരാളം സ്വത്ത് കൊണ്ടുവരാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇവർ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഫോം ചെയ്യുന്നത്. ഈ ഫ്രാൻസിസ് ഡ്രേക്ക് കൊണ്ടുവന്ന ഈ 1,00,000 പൗണ്ടില് വലിയൊരു ശതമാനത്തോളം ബ്രിട്ടന്റെ കടം കൊടുത്തു തീർക്കാൻ അന്ന് ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിനകത്ത് വളരെ രസകരമായ സത്യം. ഇത് മറ്റേ വില്യം ഡാൽറിംബിൾ എഴുതിയ അനാർക്കി എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. നോക്കൂ, ഈ KKN കുറുപ്പ് എഴുതിയ ഒരു പുസ്തകമുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ ടിപ്പു സുൽത്താന്റെ ട്രഷറി മാത്രം ഇവിടുന്ന് കൊള്ളയടിച്ചിട്ട് ഇവർ കൊണ്ടുപോകുന്നത് ഏതാണ്ട് 20 ലക്ഷത്തോളം പൗണ്ട് സ്റ്റെർലിംഗ് ആണ്. അവർ ഉദ്ദേശിച്ചത് ഒരു തുക, പക്ഷെ അവർക്ക് ആദ്യത്തെ കൊള്ളയെന്ന് തന്നെ സിറാജുദ്ദൗള ആ കൊള്ളയടിക്കുന്ന മുമ്പ് തന്നെ അവിടുന്ന് കൊണ്ടുവന്നുണ്ട്. ഈ ബംഗാളിന്നൊക്കെ 100 കണക്കിന് കൊട്ടയിലാണ് സ്വർണവും നമ്മുടെ സമ്പത്തും ഒക്കെ കൊണ്ടുപോയത്. അതായത് പൂർണ്ണമായിട്ടും കൊള്ളയടിക്കാൻ വേണ്ടി ഒരു സംവിധാനമാണെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ വന്നപ്പോ ഇന്ത്യയെ കൊള്ളയടിക്കപ്പെട്ടതിന് ശേഷം എന്താണ് ഇന്ത്യക്ക് സംഭവിച്ച വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ബ്രിട്ടീഷ് ദുർഭരണം മൂലമുണ്ടായ സാമ്പത്തിക ചൂഷണമാണ് ഒരു വലിയ പ്രശ്നം. ഡ്രെയിൻ ഓഫ് വെൽത്ത്. അത് വലിയ രീതിയിൽ ഇവിടുന്ന് സമ്പത്ത് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. കൃഷി കംപ്ലീറ്റ് നശിപ്പിച്ചു. കാരണം ഇവരുടെ തീൻകടിയ പോലുള്ള ചില സംവിധാനങ്ങൾ, അതായത് ഇവർ കൃഷി ചെയ്തുകൊണ്ടിരുന്നതിന്റെ കൂടെ പരുത്തിക്ക് വലിയ വ്യവസായ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പരുത്തി കൂടി നിർബന്ധമായിട്ട് കൃഷി ചെയ്യണം, നീലം കൃഷി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലുള്ള കൃഷിനാശം സംഭവിക്കാവുന്ന തീരുമാനങ്ങൾ. അതോടൊപ്പം നമ്മുടെ വ്യവസായങ്ങളെ, ഗ്രാമങ്ങളിൽ നടന്ന വ്യവസായങ്ങളെ കംപ്ലീറ്റ് തകർത്തു. കാരണം അവരുടെ തുണികൾ ഇവിടെ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ അവർ ഇല്ലാതാക്കുന്നുണ്ട്. ബംഗാളിലൊക്കെ വലിയ സുന്ദരമായ രീതിയിൽ നെയ്ത്തുശാലകളും വളരെ എന്താ പറയാ കൗതുകം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അത് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. രണ്ടാമതായിട്ട് ഇവർ ചെയ്തൊരു പ്രശ്നം, ഈ ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഈ ഡിവൈഡ് ചെയ്ത് ഭരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ജാതി പറഞ്ഞു. ഇത് ഇപ്പോഴത്തെ മാത്രമല്ല കേട്ടോ, പണ്ടേ നമ്മളുടെ രാജാക്കന്മാർ കണ്ടുപിടിച്ച ഒരു ഐഡിയ തന്നെയാണ് ഇവർ ചെയ്തത്. ഈ ഡിവൈഡ് ആൻഡ് റൂൾ വെച്ചത് കൊണ്ടുള്ള ഒരു പ്രശ്നം, രാഷ്ട്രീയമായിട്ട് തന്നെ മനുഷ്യർ ഭിന്നിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾക്ക് മറ്റൊരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട്. അവിശ്വാസത്തിന്റെ ഒരു അന്തരീക്ഷം വന്നു. ഇതൊക്കെയാണ് പിന്നീട് ഈ നിരാഷ്ട്രവാദം അല്ലെങ്കിൽ ഇന്ത്യ വിഭജിക്കണം എന്നുള്ള ഒരു ലെവലിലേക്ക് വരികയും അതിനൊക്കെ കാരണമായത് ഈ ബ്രിട്ടീഷുകാരുടെ ഈ ഭരണവും അവർ കൊടുത്തിട്ടുള്ള ഈ രാഷ്ട്രീയമായിട്ട് ചില സമയത്ത് ചില ആൾക്കാർക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷിപ്പിക്കുകയും ചില ഉപദ്രവിക്കുകയും ഇങ്ങനെ ഭിന്നിപ്പിച്ച് നിർത്തിയാൽ ഇവർക്ക് ഗുണം ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. രണ്ടാമത്, ഇങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തും അതിനു മുന്നേയും ഇന്ത്യ എക്കാലവും നേരിട്ട വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് നമ്മള് പൗരാണികമായിട്ടും പലതരത്തിലുള്ള വിശ്വാസ രൂപങ്ങളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ നമ്മളുടെ ഇടയിലുള്ള ജാതീയത, അതായത് തട്ടായിട്ട് മനുഷ്യരെ വേർതിരിച്ചിട്ട് ഓരോ വിഭാഗങ്ങളിലുമുള്ള മനുഷ്യരാണ്, അവർക്ക് ഓരോ തരത്തിലുള്ള അധികാരങ്ങളുണ്ടെന്നും താഴെയുള്ള മനുഷ്യർക്ക് അത്ര ഇല്ല എന്നുമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേർതിരിച്ച് നിർത്തുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. അയിത്തം പോലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ബ്രിട്ടീഷുകാരേക്കാൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു വിഷയം ഇത്തരത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ജാതീയത, അതോടൊപ്പം തന്നെ അയിത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നോക്കൂ, അതിനെ മനസ്സിലാക്കണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ അത് സംബന്ധിക്കുന്നുണ്ട്. കാരണം ഇവിടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതിനു മുമ്പും ഒക്കെ രാഷ്ട്രീയം എടുത്തു കഴിഞ്ഞാൽ കുറെ മനുഷ്യർ, അതായത് ഈ രാഷ്ട്രീയത്തിന്റെ മുകളിൽ തട്ടിൽ നിൽക്കുന്ന മനുഷ്യരിൽ തന്നെ യാഥാസ്ഥിതികമായിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് വെച്ച് പുലർത്തുന്ന മനുഷ്യരും ആധുനികമായിട്ടുള്ള ധാരയുള്ള മനുഷ്യരും ഉണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഏജ് ഓഫ് കൺസെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫുൽമണി ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡിയുടെ കഥ കേട്ടിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. അതായത് 11 വയസ്സുള്ള ഒരു ബംഗാളി പെൺകുട്ടിയായിരുന്നു ഈ ഫുൽമണി ദാസ്. അപ്പോ ഈ അവരുടെ വിവാഹം 11 വയസ്സ് സമയത്ത് ഈ പെൺകുട്ടിയുടെ വിവാഹം ഇന്ത്യയിൽ നടക്കുന്നു. അപ്പൊ 35 വയസ്സുള്ള ഒരാളാണ് ഈ കല്യാണം കഴിക്കുന്ന ആള്. അപ്പൊ പിറ്റേ ദിവസം രാവിലെ ഇന്നത്തെ പോലെ തന്നെ അന്നും നമ്മൾ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വേറെ വേറെ വളർത്തിയിട്ട് ഒരു ദിവസം തുടർന്നു കൊടുക്കുന്നത് പോലുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെ വിടുന്ന ഒരു അവസ്ഥ. അപ്പൊ ആ രാത്രി പുലർന്നപ്പോഴേക്കും അതിക്രൂരമായി ഈ ഫുൽമണി ദാസ് കൊല്ലപ്പെടുകയാണ് ചെയ്തത്. അപ്പൊ ഇതിന്റെ വാർത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നപ്പോ ബ്രിട്ടൻ ഭരിക്കുന്ന ഒരു രാജ്യത്ത്, ഇത് 1891 കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം, അതായത് അവിടെയുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്റെ വയസ്സ് 10 വയസ്സാണ് നിയമപരമായി എന്നുള്ളത് ബ്രിട്ടനെ നാണക്കെടുത്തുകയും അവിടെ പാർലമെന്റിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിനുശേഷം ഒരു ഏജ് ഓഫ് കൺസെന്റ് ബില്ല് കൊണ്ടുവരികയും ഈ 10 വയസ്സ് എന്നുള്ളത് മാറ്റി 12 വയസ്സിലേക്ക് ബ്രിട്ടൻ ആ കാര്യം മാറ്റുന്നുണ്ട്. നോക്കൂ, നമ്മളുടെ യാഥാസ്ഥിതിക ബോധത്തിൽ ഉറച്ചു നിന്നിരുന്ന ഒരു യാഥാസ്ഥിതിക ധാര
ഇതിനെ എതിർത്തു, അതിശക്തമായി എതിർത്തു. നോക്കൂ, നമുക്കെതിരെ എന്തെല്ലാം വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ രൂപങ്ങൾക്കെതിരെ എന്തെല്ലാം നിയമങ്ങൾ വന്നാലും നമ്മൾ അതിനെതിരെ ഒക്കെ ഇതൊക്കെ എന്റെ വിശ്വാസമാണ് കേട്ടോ, ഞാൻ വർഷങ്ങളായിട്ട് പുലർത്തുന്നതാണ് കേട്ടോ, ഇതെനിക്ക് മാറ്റാൻ നിങ്ങൾക്ക് അധികാരമില്ല കേട്ടോ എന്ന് പറഞ്ഞ് പ്രവർത്തിച്ചിരുന്ന ഒരു സംഘം ആളുകളുടെ കയ്യിൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ അങ്ങനെയും ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ധാരാളം നേതാക്കന്മാർ അതിന്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. തിലകനെയൊക്കെ പോലെയൊക്കെയുള്ള ഇവർക്കെല്ലാം ഇതൊന്നും ഏജ് ഓഫ് കൺസെന്റ് പോലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ഇടപെടണ്ട, മതപരമായ ഒരു കാര്യങ്ങളിലും ഇടപെടണ്ട എന്ന് പറഞ്ഞിരുന്ന നേതാക്കന്മാരാണ്. അപ്പൊ ഇവരുടെ ഇടയിലേക്കാണ് ഗാന്ധിയെ പോലെയുള്ള മനുഷ്യരെത്തുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് പിന്നീട് ഞാൻ ഗാന്ധിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഏതായാലും നമ്മുടെ ഭരണഘടന വന്നതിന് ശേഷം ഇന്ത്യക്കൊരു പേര് അത് ഇടുന്നുണ്ട്. ഇന്ത്യ അഥവാ ഭാരതം എന്നാണ് ഭരണഘടന ഇട്ട പേര്. അതൊരു നവോത്ഥാന രേഖയാണ്. ഇന്നേക്ക് ഏതാണ്ട് 76 വർഷങ്ങളാണ് പൂർത്തീകരിച്ചത്. പിന്നെ 1930 ജനുവരി 26 പൂർണ്ണ സ്വരാജ് പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭരണഘടന അങ്ങനെ ഒരു അസംബ്ലി ഉണ്ടാവുകയും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നത് 26 അതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ 26-ാം തീയതി റിപ്പബ്ലിക് ഡേ ആരംഭിക്കുന്നത്. കാരണം 1949 നവംബർ 24-ാം തീയതി തന്നെ 26-ന് ഭരണഘടന പൂർത്തിയായെങ്കിലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് ഈ ജനുവരി 26-ന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കാരണം പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച ഒരു ദിവസമാണ്. ഇന്ന് ചില ആൾക്കാർ ഈ ജനുവരി 26 അല്ല, മറിച്ച് ഈ നവംബർ 26 നിയമദിനമായിട്ട് അല്ലെങ്കിൽ ഭരണഘടനാ ദിനമായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അവർ പറയാനുള്ള ഒരു കാരണം, നമ്മൾ പൂർണ്ണ സ്വരാജ് പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കോൺഗ്രസിനെ പറയേണ്ടി വരും, ലാഹോർ സമ്മേളനം പറയേണ്ടി വരും എന്നൊക്കെ ഉള്ളതാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട ചില കാര്യങ്ങളായതുകൊണ്ട് ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഈ 3 നേതാക്കന്മാരെ നമ്മൾ ഭരണഘടനയായിട്ട് ബന്ധപ്പെടുമ്പോൾ നമ്മൾ മറക്കരുത്. ഒന്നാമത് തന്നെ ഗാന്ധിയാണ്. കാരണം ഗാന്ധി വന്നതിന് ശേഷം 1914 അദ്ദേഹം വരുന്നത്. ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഏജൻസി മാറുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഒരു യാഥാസ്ഥിതിക ലോകം കൈവച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മുഴുവൻ മാറ്റിയിട്ട് അവര് ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തെ മാത്രം റെപ്രസെന്റ് ചെയ്ത ആൾക്കാരെ മാറ്റിയിട്ട് പേരറിയാത്ത, അധികാരമില്ലാത്ത, സാമ്പത്തികമില്ലാത്ത കോടാനുകോടി മനുഷ്യരെ ദേശീയമായിട്ട് കോർത്തിണക്കുന്നുണ്ട് മഹാത്മാഗാന്ധി. അപ്പൊ അതാണ് വിശ്വാസം കൊണ്ട്, മതം കൊണ്ട്, ഭാഷ കൊണ്ട് ചിതറിത്തെറിച്ച ഒരു ജനതയെ മുഴുവൻ ഗാന്ധി ഒന്നാക്കുന്നുണ്ട്. അപ്പോൾ ഗാന്ധി എന്ന് പറയുന്ന ആ ഒരു സ്പിരിറ്റാണ് ശരിക്കും നമ്മളെ ഈ നേരത്തെ പറഞ്ഞ വ്യത്യസ്തതയുള്ള മനുഷ്യരെ മുഴുവൻ ഒന്നിച്ചു തീർത്തിയത്. ഗാന്ധി വരുന്നതോട് കൂടിയിട്ട് നേരത്തെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്ത്യക്ക് പ്രൊവിൻഷ്യൽ സ്റ്റാറ്റസ് വേണം, അല്ലെങ്കിൽ ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണം, എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന വലിയ കാര്യങ്ങൾ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു ചായക്കട ചെന്നിട്ട് ഇന്ത്യക്ക് ഡൊമിനിയൻ സ്റ്റാറ്റസ് വേണമെന്നോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ ഇലക്ഷൻ വേണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഗാന്ധി വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞ മുദ്രാവാക്യങ്ങൾ നോക്കൂ. കർഷകന് വിള കിട്ടണം, അല്ലെങ്കിൽ വിളയ്ക്ക് വില കിട്ടണം, അല്ലെങ്കിൽ ഉപ്പിന് നികുതി കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അയിത്തം ആചരിക്കരുത്, സ്വദേശി വസ്ത്രം ധരിക്കണം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതായത് ദേശീയതയെ ഇളക്കി മറിച്ച ഇത്തരം മുദ്രാവാക്യങ്ങളിലൂടെ കൂടിയിട്ടാണ് ഗാന്ധി മനുഷ്യരെ ഒന്നാക്കുന്നത്. അപ്പൊ അതാണ് ഗാന്ധിയുടെ ഒരു പ്രത്യേകത. മതത്തിന് കുറുകെ ആളുകളെ ഒന്നിപ്പിക്കുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി എന്നുള്ളതാണ്. അമൂർത്തമായ നമ്മളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് കൃത്യമായിട്ട് മനുഷ്യന് മനസ്സിലാകുന്ന, അവരുടെ ഹൃദയത്തിന് പറ്റുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത ഒരു ജനതയെ ഒന്നിപ്പിച്ചു എന്നുള്ളതാണ് ഗാന്ധിയുടെ ഒരു പ്രത്യേകത. ഗാന്ധി കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ മെമ്പർ ആയിരുന്നില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരു വേർഡ് മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നിരന്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. നോക്കൂ, നമുക്ക് ഇന്നും നമ്മളുടെ കുട്ടികൾ ശ്രമിച്ചാൽ ഒരുപക്ഷെ അഡ്മിഷൻ കിട്ടാത്ത തരത്തിലുള്ള ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സ്, അതോടൊപ്പം തന്നെ കൊളംബിയ സർവകലാശാലയിൽ നിന്നൊക്കെ 2 PhD, അതോടൊപ്പം തന്നെ ഡോക്ടർ ഓഫ് സയൻസ് എന്ന് പറയുന്ന മറ്റൊരു ബിരുദം, ഇതൊക്കെ നേടിയിട്ടുള്ള മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അദ്ദേഹത്തിന്റെ ഭരണഘടന മാത്രമല്ല കേട്ടോ, നിരവധി കാര്യങ്ങൾ, റിസർവ് ബാങ്ക്, അതോടൊപ്പം തന്നെ നമ്മുടെ ജലവൈദ്യുത പദ്ധതികളുടെ സംവിധാനങ്ങൾ, നാഷണൽ പവർ ഗ്രിഡ്, ഹിന്ദു കോഡ് ബില്ല്, അതായത് ഇന്ത്യയെ ഒരു നിയമകാര്യങ്ങളിലെല്ലാം ഒന്നിപ്പിച്ചു നിർത്തിയ, ഇന്ത്യക്ക് ആധുനികമായി വേണ്ടിയിട്ടുള്ള സാമൂഹ്യമായ അസമത്വങ്ങൾ ഇല്ലാതാക്കത്തക്ക വിധമുള്ള നിരവധി നിയമങ്ങൾ നിർമ്മിച്ച് ഈ നേരത്തെ ഗാന്ധി ഒന്നാക്കിയ മനുഷ്യരെ മുന്നോട്ട് നയിക്കാൻ എക്കാലവും കെട്ടുറപ്പുള്ള ഒരു ജനതയാക്കി മാറ്റാൻ ഈ അംബേദ്കർ ശ്രമിച്ചു എന്നുള്ളതാണ്. മൂന്നാമത്തത് നമുക്കറിയാം നെഹ്റു ആണ് ശരിക്കും ആധുനിക ഇന്ത്യയുടെ ശില്പി. അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ ഭാഗമാണ് ഞാൻ നേരത്തെ വായിച്ച ഭരണഘടനയും അതിന്റെ ലക്ഷ്യങ്ങളും. അപ്പൊ ഇദ്ദേഹം ആധുനിക ഇന്ത്യയുടെ ഒരു രാഷ്ട്രതന്ത്രജ്ഞനാണ്. അതോടൊപ്പം നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായിട്ട് ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഈ സയന്റിഫിക് ടെമ്പർ എന്നുള്ള വേർഡ്, അതിനാണ് നമ്മൾ ആ സംഘടന തന്നെ ബേസ് ചെയ്യുന്നത്.
അതായത് നമ്മുടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശാസ്ത്രമാണ് പ്രചരിപ്പിക്കേണ്ടതെന്നും പഠിക്കേണ്ടതെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ട നമ്മൾ തീരുമാനിക്കേണ്ടതെന്നും ചിന്തിക്കേണ്ടതെന്നും എന്നൊക്കെ മനുഷ്യരെ മനസ്സിലാക്കിപ്പിച്ച നിരവധി കാര്യങ്ങൾ ഒന്നിപ്പിച്ചു ചേർത്ത നെഹ്റു. അപ്പൊ ഈ 3 പേരെയും നമ്മൾ ഓർക്കാതിരിക്കാൻ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോകരുന്നതുകൊണ്ടാണ് ഞാൻ ഇവരുടെ 3 പേരുടെയും കാര്യം പറഞ്ഞത്. ഇതേപോലെ നിരവധി ഞാനിപ്പോ ഈ സ്ക്രീനിൽ കാണിക്കുന്നതെല്ലാം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സ്ത്രീകളായിരുന്നു. അവർ വനിതാ മെമ്പർമാര് 15ഓളം മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് പോയതാണ് അതിൽ ഒന്നാമത് കാണുന്നത് അക്ഷയണി വേലായുധനെ പോലെയുള്ള, അതോടൊപ്പം തന്നെ ആനി മിസ്ക്രി, പിന്നെ അങ്ങനെ അമ്മു സ്വാമിനാഥൻ, ഇവര് 3 പേര് മലയാളികൾ ഇതിനകത്തുണ്ട്. സരോജിനി നായിഡു നമ്മുടെ ഭരണഘടന പൂർത്തിയാവുന്നതിന് മുമ്പ് മരണപ്പെട്ടിരുന്നു. ഇങ്ങനെ ഇവരെ ഫൗണ്ടിങ് മദേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര എന്താ പറയാ, നമ്മള് ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇളക്കി മറിച്ച തരത്തിലുള്ള ചിന്തകള് ഒക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള മെമ്പേഴ്സ് ആണ്. ഇവരാരും ഒട്ടും ഇവരെ ഓരോരുത്തരെയും കഥ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് സമയം കിട്ടുമ്പോൾ വായിക്കാൻ കഴിയുന്നവരൊക്കെ ഇവരെ ഓരോരുത്തരെ സംബന്ധിച്ച് വായിക്കാം. ഇന്നത്തെ സ്ത്രീകൾ ഇവരുമായി കമ്പയർ ചെയ്ത് നോക്കുക, ഇവരെത്രയോ ലെവലിലാണ് അവർ നിന്നത്, അവർ പറഞ്ഞിരുന്ന ആശയങ്ങൾ, അതിന്റെ മഹത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അടുത്തത്, നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു വലിയ രാജ്യം ഉണ്ടാക്കുമ്പോൾ ഭരണഘടനയാണ് പ്രധാനം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ എവിടെയും നമ്മൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ ഭരണഘടനാ വിരുദ്ധമാണ്, അല്ലെങ്കിൽ ഭരണഘടനയിൽ വെച്ച് നമ്മൾ ചിന്തിക്കണം, അതിന്റെ മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലരും നമ്മൾ ഈ പുസ്തകം ഒന്ന് ജീവനോടെ കാണുകയോ അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ല. ഇനി ഒരു സെഷൻ നമ്മൾ ഈ ഭരണഘടനയുടെ ആമുഖം അല്ലെങ്കിൽ അതിന്റെ മൂല്യങ്ങൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. കാരണം ഭരണഘടനയുടെ ആമുഖത്തിലുള്ള മൂല്യങ്ങളാണ് ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് പറയുന്നത്. ഈ മൂല്യങ്ങളെ എക്സ്ട്രാക്ട് ചെയ്താണ്, അതിന്റെ ഭാഗങ്ങൾ ചേർത്തിട്ടാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റ് ഭാഗങ്ങൾ, അനുച്ഛേദങ്ങൾ അല്ലെങ്കിൽ ആർട്ടിക്കിളുകളെല്ലാം തന്നെ ഭരണഘടനയിൽ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ആർട്ടിക്കിളെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയേക്കുന്നത്. ഈ നിയമങ്ങളാണ് ഓർഡറുകളായിട്ടും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഇന്ന് വരുന്നത്. അതായത് ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനാ മൂല്യങ്ങളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു നിയമം കേൾക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോൾ ഭരണഘടനാ അനുസൃതമാണോ എന്നറിയാൻ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന, ഇനി ഞാൻ പറയാൻ പോകുന്ന മൂല്യങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നതാണോ ആ നിയമം എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. അപ്പോ ആ നിയമങ്ങളുടെ ഇതൊരു ഒറ്റ വാചകമാണ്. നോക്കൂ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നതിന് ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും ഭക്തിക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും ഉറപ്പാക്കുന്നതിനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് എന്ന് തുടങ്ങുന്നതാണ് ഈ ഒരു ഭാഗം. അപ്പൊ ഇതിൽ ഒന്നാമത്തെ വേർഡ് ഒന്ന് നോക്കൂ, നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം നമ്മളാണ്, അല്ലെങ്കിൽ ജനങ്ങളായിട്ടുള്ള നമ്മൾ ഓരോരുത്തരുമാണ് ഇന്ത്യയുടെ അവകാശികൾ. നമ്മൾ ചേർന്നാണ് ഇന്ത്യ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അല്ലാതെ ഇവിടുത്തെ ഒരു ഭരണകൂടമോ ഇവിടുത്തെ സുപ്രീം കോടതിയോ മറ്റേതെങ്കിലും ഒരു സംവിധാനമോ അല്ല പരമാധികാരി. നമ്മൾ ഓരോരുത്തരുമാണ്, ഞാൻ നിങ്ങളും അടങ്ങുന്ന ഇന്നലെ ജനിച്ചു വീണ അല്ലെങ്കിൽ ആ പൗര സമൂഹം മുഴുവനാണ് എന്നുള്ളതാണ് അങ്ങനെ പറയുന്നത്. അപ്പോ ഈ നമ്മൾ വേണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വെച്ച് നമ്മുടെ ഭരണഘടന തുടങ്ങണോ എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നടക്കുന്നുണ്ട്. 1949 ഒക്ടോബർ 17-ാം തീയതിയാണ് എത്ര കേട്ടാലും ആവേശമടങ്ങാത്ത അങ്ങനെ ഒരു ചർച്ച ഭരണഘടനാ അസംബ്ലിയിൽ നടക്കുന്നത്. മധ്യപ്രദേശിൽ നിന്നുള്ള അംഗം ഹരിവിഷ്ണു കാമത്ത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, യാഥാസ്ഥിതിക ബോധമുള്ള കുറെ ആളുകൾ അന്നും ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവതരിപ്പിച്ച ഒരു പ്രമേയത്തിൽ അദ്ദേഹം പറയാണ്, നമ്മള് ഒരു രാജ്യത്തിന്റെ ഒരു ഭരണഘടന തുടങ്ങുമ്പോൾ നമ്മൾ പൊതുവെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് ആരംഭിക്കുക? അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ടല്ലേ ആരംഭിക്കേണ്ടത്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങുമ്പോഴും നിരവധി ദൈവവിശ്വാസികൾ അടങ്ങുന്ന ഇന്ത്യയും അങ്ങനെ തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഒരു പ്രമേയം അവതരിപ്പിക്കുന്നത്. ഏറ്റവും അവസാന ദിവസമാണ് കേട്ടോ ഈ 430-ാം നമ്പർ ഭേദഗതി, അങ്ങനെ ഒരു അമെന്റ്മെന്റ് ആണ് പുള്ളി അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇത് കേട്ടപ്പോൾ തന്നെ ഈ ബംഗാളിൽ നിന്നുള്ള മറ്റൊരംഗമുണ്ട് പൂർണിമ ബാനർജി എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഇത് പ്രശ്നം പിടിച്ച ഒരു കാര്യമാണ്, ഇതിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകരുത്. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള പട്ടം താണുള്ള പറയുന്നുണ്ട്, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഇത് വെച്ച് മുന്നോട്ട് പോകുന്നത് ശരിയാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ രോഹിണി കുമാർ ചൗധരി എന്ന് പറഞ്ഞ വേറൊരു ഒരു അംഗം പറയുന്നു, ദൈവനാമത്തിൽ എന്നുള്ളതിനെ പറയുന്നതിന് പകരം ദേവിയുടെ നാമത്തിൽ എന്ന് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഈ
കാമാഖ്യ വിഭാഗത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ദേവിയിൽ വിശ്വസിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ നമ്മൾ ദൈവനാമത്തിൽ എന്ന് പറയുമ്പോൾ പോലും അതിനൊരു ലിംഗഭേദം വരികയാണ്. ദൈവത്തിന് പകരം ദേവി എന്ന് പറയണമെന്ന് ഒരു മെമ്പർ പറയാം, അപ്പൊ തന്നെ തുടങ്ങും അതിന്റെ പ്രശ്നം. അപ്പൊ ഇവിടെ ഇതൊരു വിഷയമാണ്. അപ്പൊ ഇങ്ങനെയാണ് ഇതൊരു വോട്ടെടുപ്പിലേക്ക് എത്തുന്നത്. അപ്പൊ വീണ്ടും പൂർണിമ ബാനർജി പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ ഇത് വോട്ടെടുക്കേണ്ടി വരും, ഈ സഭയിലേക്ക് ദൈവത്തെ വിളിച്ചു വരുത്തേണ്ടി വരും, ഈ വോട്ടെടുപ്പിൽ ദൈവം തോറ്റുപോയാൽ എന്റെ നാണക്കേട് നമുക്ക് സഭയ്ക്ക് ഉണ്ടാവും എന്നൊക്കെ രസകരമായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഏതായാലും വോട്ടെടുപ്പ് നടന്നു. 68-നെതിരെ 41 വോട്ട് മാത്രമാണ് ദൈവവിശ്വാസികളായിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെ തുടങ്ങണമെന്ന് പറഞ്ഞവർക്ക് കിട്ടിയത്. അങ്ങനെ ദൈവത്തെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു സെൻസിൽ എടുക്കരുത്. ഞാൻ പറഞ്ഞത് ദൈവവിശ്വാസികളായിട്ടുള്ള മനുഷ്യർ ചേർന്ന് നമ്മൾ അങ്ങനെ ആരംഭിക്കേണ്ട എന്ന് തീരുമാനിച്ച ഒരു രാജ്യത്തിന്റെ പേരാണ് കേട്ടോ ഇന്ത്യ എന്നുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് വേണം നമ്മൾ മതേതരത്വത്തിന്റെയൊക്കെ അടിസ്ഥാനം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെ ഉണ്ടായ ഒരു നമ്മൾ എന്ന് പറയുന്നത് ഞങ്ങളും നിങ്ങളും, നോക്കൂ ആ സ്ക്രീനിലേക്ക് തന്നെ നോക്കി നമുക്ക് മനസ്സിലാവും, നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന ഒരു പാരസ്പര്യത്തിന്റെ പേരാണ്. അതിലെല്ലാ മതവിഭാഗങ്ങളും എല്ലാ വൈവിധ്യങ്ങളും ലിംഗ ജാതി മത ഭാഷാഭേദം എന്നീ എല്ലാ മനുഷ്യരും ഇതിനകത്ത് ചേരുന്നുണ്ട് എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനം. പക്ഷെ ഈ ദൈവവിശ്വാസം അല്ലെങ്കിൽ നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ ദേശീയത അല്ലെങ്കിൽ ചില ആളുകൾ ഇപ്പൊ പറയുന്നു ഞങ്ങളാണ് ദേശസ്നേഹികൾ, നിങ്ങൾ പുറത്തു പോകൂ. അപ്പൊ ഇതൊരു പ്രശ്നമാണ്. അപ്പൊ ഇങ്ങനെ പറയാനൊരു അധികാരമില്ല. കാരണം നമ്മൾ എന്ന് പറയുന്ന ആളുകൾക്ക് തന്നെയാണ് ഇവിടെ ഈ രാജ്യത്തിന്റെ അധികാരമുള്ളത്. ഇവിടെ ഞങ്ങളും നിങ്ങളും പറഞ്ഞാൽ ഈ നമ്മൾ എന്നുള്ള ആ സ്നേഹത്തിന്റെ ഭാഷ ഇല്ലാതാവുന്നുണ്ട്. അപ്പൊ ഇത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുഴപ്പം പിടിച്ച ഒരു കാര്യമാണ് നമ്മുടെ ദേശീയത എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത് ദേശീയതയല്ലേ പറയുന്നത് എന്ന് നമ്മൾക്ക് തോന്നാം. യഥാർത്ഥത്തില് ദേശീയത എന്ന് പറയുന്നത് ഈ ദേശവാസികളായ മനുഷ്യരുടെ സ്നേഹമാണ്. അതിനൊരു എത്നിക് ആയിട്ടുള്ള ഒരു വശമുണ്ട്, സിവിക് ആയിട്ടുള്ള ഒരു വശമുണ്ട്. അപ്പോ അതിന്റെ സിവിക് ആയിട്ടുള്ള ഒരു സെൻസ് എന്ന് പറയുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെയാണ്. എത്നിക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ചു പേർക്ക് മാത്രമേ ദേശസ്നേഹമുള്ളൂ എന്ന് പറയുന്നതാണ്. അപ്പൊ അത് ഈ ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് നരമ്പുകളിൽ എന്ന് വള്ളത്തോൾ പാടി ഇപ്പൊ കേസരി അതിനെ കളിയാക്കുന്നുണ്ട്. അപ്പൊ ഈ കണക്കിന് പോയി തൃശ്ശൂർ എന്ന് കേട്ടാ അതല്ലെങ്കിൽ ഇതിന് കിടന്ന് തറവാടെന്ന് കേട്ടാൽ നിങ്ങൾ എന്താകും എന്നാണ് ഈ ചോദിക്കുന്നത്. അപ്പോ ഇങ്ങനെ നമ്മൾ അഭിമാനം കൊള്ളാനുള്ളതല്ല കേട്ടോ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് വ്യത്യാസങ്ങള് നമ്മളെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഈ അടയാളത്തിൽ അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് ഒരു കൂട്ടർ പറഞ്ഞാൽ അതിന്റെ അർത്ഥം അവര് പ്രത്യേകമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ചോസൺ ഫ്യൂ ആണ് എന്നുള്ളതാണ്. അത് വളരെ അപകടം പിടിക്കുന്ന ഒരു വാദമാണ്. അപ്പൊ അങ്ങനെയല്ല, അന്യരെ വെറുക്കാനുള്ളതല്ല, നാം അവരെക്കാൾ ഒട്ടും ഉയർന്നതല്ല, അത്രയും അർത്ഥമുണ്ട് നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന ഈ ഭാഗത്തിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് പരമാധികാര രാജ്യം എന്നുള്ളതാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ശരിക്കും ഇന്ത്യ ഒരു വിദേശ ശക്തിയുടെ അടിമയല്ല, നമ്മളൊരു ഭാഷ ഫെഡറൽ സിസ്റ്റമാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് രാജ്യത്തോട് പറയുന്നതെങ്കിലും മനുഷ്യരായ നമ്മളോട് ഈ പരമാധികാരം പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഓരോ വ്യക്തിക്കും വ്യക്തിപരമായ കാര്യങ്ങളിൽ പരമാധികാരമുണ്ട്. ബോഡ്ലി ഓട്ടോണമി എന്ന് പറയും. അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പരമാധികാരമുണ്ട്, വൈകാരികമായിട്ടുള്ള പരമാധികാരമുണ്ട്, ഇമോഷണൽ ഓട്ടോണമി ഉണ്ട്. അതോടൊപ്പം തന്നെ ഓട്ടോണമി ഓവർ ലൈഫ് ചോയ്സ് ഉണ്ട്. ജീവിതത്തിന്റെ പല നിലകളും തിരഞ്ഞെടുക്കാനുള്ള അവകാശം ഓരോ മനുഷ്യനിലും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മളുടെ ഭരണഘടന പറയുന്ന പരമാധികാര പ്രക്രിയക്കുള്ളിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ, അതായത് സ്വയം ഒരു മനുഷ്യന്റെ മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സ്വയം നടത്താനും സ്വയംഭരണം, പേഴ്സണൽ ഓട്ടോണമിയും അല്ലെങ്കിൽ ഫ്രീ വില്ല് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ടുള്ള ഒരു ഇച്ഛയും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വന്നാലേ ഓരോ മനുഷ്യനും അന്തസ്സുള്ള മനുഷ്യനാണ് എന്ന് പറയാൻ നമുക്ക് കഴിയുള്ളൂ. ഈ അതിജീവനത്തിനുള്ള അവകാശവുമായിട്ട് ഇതിന് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ നിങ്ങളൊരു പരമാധികാരമുള്ള ഒരു വ്യക്തി അല്ല എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വേറൊരാളുടെ അടിമയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ട്. ഇതിന്റെ പേരാണ് അന്തസ് എന്ന് പറയുന്നത്. പക്ഷെ ഇങ്ങനെ ആകുമ്പോഴും നമ്മൾ നോക്കൂ, നമ്മൾ ചെറിയ കുട്ടികളോട് നമ്മൾ പറയുന്നു നിങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ മുടി മുറിക്കൂ. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ കുട്ടികളുടെ കരിയർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി നമ്മൾ ഇടപെടുകയാണ്. നിങ്ങൾ ഈ കരിയർ തന്നെ എടുക്കണം കേട്ടോ. അവരുടെ പരമാധികാരത്തിലേക്കുള്ള വഴികളാണ് നമ്മൾ അടയ്ക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ രണ്ട് ഹൃദയങ്ങൾക്കുള്ളിൽ ഒരു മൂന്നാം കക്ഷി ഭരണകൂടങ്ങളായിട്ട് രണ്ട് പ്രണയിതാക്കളുടെ ഇടയിലേക്ക് നമ്മൾ പറയാണ് ഞങ്ങൾ ഇന്ന മതക്കാരാണ്, ജാതിക്കാരാണ്, ഞങ്ങൾ പറയുന്നത് പോലെ നിങ്ങൾ വിവാഹം കഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഇതൊക്കെ പരമാധികാരത്തിലേക്കുള്ള, മനുഷ്യന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റങ്ങളാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ഇതേപോലെ തന്നെയാണ് ഈ ഭരിക്കലല്ല ശരിക്കും പരമാധികാരത്തിന്റെ ലക്ഷ്യം, പങ്കുവെക്കലാണ്. പങ്കുവെക്കലിന്റെ പങ്കാളിത്തത്തിന്റെ പുതിയ പാഠങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളുടെ ഇടയിൽ ഈ പരമാധികാരത്തിന്റെ പ്രശ്നമുണ്ട്. കാരണം ഭാര്യ എന്നുള്ള പദവും ഭർത്താവ് എന്നുള്ള പദവും ഒരാൾ ഭരിക്കാനും മറ്റേയാള് ഭരിക്കപ്പെടാനും എന്നുള്ള അർത്ഥത്തിലുള്ളതാണ്. ഭാര്യ ഭർത്തരായി കഴിഞ്ഞാൽ പിന്നെ
മറ്റേയാളുടെ ശരീരത്തിന്മേലും അയാളുടെ അവകാശത്തിന്മേലും എല്ലാ തരത്തിലുള്ള അധികാരവും ഒരാൾക്കുണ്ട് എന്നാണ് നമ്മൾ കരുതി പോകുന്നത്. നമ്മുടെ സമൂഹം മാരിറ്റൽ റേപ്പിനെ സംബന്ധിച്ച് ധാരാളം വിധികൾ ഹൈക്കോടതി അടക്കം, നമ്മുടെ കേരള ഹൈക്കോടതി അടക്കം അത്തരം വിധികൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ പറയുന്നത് ഒരു മനുഷ്യൻ ഒരാളെ വിവാഹം കഴിച്ചു എന്നുള്ള പേരിൽ അയാളുടെ ശരീരത്തിന് ഇയാൾ അവകാശിയല്ല. അയാളുടെ അധികാരമില്ലാതെ ലൈംഗികത ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങളിലേക്കും കടക്കാൻ പാടില്ല. അപ്പൊ ഇത് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മുടെ ഡിജിറ്റൽ ഏരിയയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു മൊബൈൽ നമ്മൾ സ്വന്തമായി വാങ്ങുന്നു. അപ്പൊ നമ്മുടെ മൊബൈലിലേക്ക് കടന്നു വരുന്ന ഒരു സോഫ്റ്റ്വെയർ നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ കുറച്ച് വിവരങ്ങൾ കൊണ്ടുപോയാൽ നോക്കൂ, ഡേറ്റ സോവറിറ്റിയുടെ പ്രശ്നങ്ങളാണ്, അത് ഈ പരമാധികാര വിഷയങ്ങളാണ്. ഇത്തരത്തില് ഭരണഘടനയുടെ ഒരു മൂല്യം പരമാധികാരമാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇതിനെ കാണണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ കോടതി വിധികളിലായിട്ടും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ കടന്നു വരുന്നുണ്ട്. അതിനൊക്കെ ബേസ് ഈ ഭരണഘടനാ മൂല്യമാണ് എന്ന് മനസ്സിലാക്കണം. അടുത്തത് ഒരു ഭാഗം പറയുന്നത് സ്ഥിതി സമത്വം എന്നുള്ളതാണ്. എല്ലാവർക്കും തുല്യ പദവിയിലും അവസരങ്ങളും ഉറപ്പാക്കുക എന്നുള്ളതാണ്. അത് അങ്ങനെയാണ്, നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എല്ലാ മനുഷ്യർക്കും, അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ ജനിച്ചു എന്നതിന്റെ പേരിലോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏതെങ്കിലും ഒരു പ്രത്യേക സാമ്പത്തിക വ്യവസ്ഥയിൽ ഉണ്ടായി എന്നതിന്റെ പേരിലോ അയാൾക്ക് മാത്രം ഒരു നിയമവും ഇല്ല കേട്ടോ. എല്ലാവർക്കും ഒരു തുല്യ പദവിയും അവസരങ്ങളും ഉറപ്പാക്കുന്നതിനെയാണ് ശരിക്കും സ്ഥിതിസമത്വം എന്ന് പറയുന്നത്. പൊതു തുല്യമായ പദവിയും അതോടൊപ്പം തന്നെ പൊതു സ്വത്തുക്കളുടെ ഒരു കാര്യമായിട്ട് സ്ഥിതിസമത്വം വരുന്നുണ്ട്. ഈ സോഷ്യലിസം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രയോഗം കൂടിയിട്ടാണ്. അത് മറ്റ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി പറയുന്നത് പോലെയല്ല ഇന്ത്യയിലെ ഒരു സോഷ്യലിസം എന്ന് പറയുന്നത്. അതായത് വിവിധ സമ്പത്തുകൾ വ്യത്യസ്ത ആളുകളുടെ കയ്യിൽ ഇരിക്കുമ്പോൾ എല്ലാവരുടെയും സമ്പത്തുകൾ ഒരുമിച്ച് പിടിച്ചു വാങ്ങി ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമെന്നുള്ള ഒരു തരത്തിലുള്ള സോഷ്യലിസം അല്ല, മറിച്ച് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ് മുന്നോട്ട് വെക്കുന്നത്. ക്രമാനുഗതമായിട്ടുള്ള പല നിയമങ്ങളിലൂടെ പലതരത്തിലുള്ള മാറ്റങ്ങളിലൂടെ ഇന്ത്യയെ ഒരു സ്ഥിതിസമത്വ രാജ്യമാക്കണം എന്നുള്ളതാണ് അതിന് ഉറപ്പാക്കുന്നത്. ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു സ്ഥിതിസമത്വത്തിന്റെ ഒരു പ്രശ്നം. ഇത് നമ്മുടെ കുടുംബങ്ങളിലും വളരെ ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അതായത് ഇന്ത്യയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ സ്വത്തുക്കളെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മളോട് സ്വത്തുക്കൾ എത്രയാണ്, എന്താണ് നമ്മുടെ സ്വത്തുക്കൾ എന്ന് നമ്മളോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പലതും ആലോചിക്കും. അങ്ങനെ പലതും ആലോചിക്കുന്നതിന്റെ കൂട്ടത്തിൽ നമ്മുടെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ ആലോചിക്കും. പക്ഷെ എത്ര ആലോചിച്ചാലും ഈ നാഷണൽ ഹൈവേ അല്ലെങ്കിൽ നമ്മളുടെ വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ്, ഇതൊന്നും നമ്മുടേതാണെന്ന് നമ്മൾ കരുതില്ല. ഇതൊക്കെ എല്ലാവർക്കും തുല്യാവകാശമുള്ളതാണ് എന്നൊരു ഭാഗവും ഈ സ്ഥിതിസമത്വത്തിന്റെ കാര്യങ്ങളായിട്ട് വരുന്നുണ്ട്. ഈ ഭാഗത്തിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നമ്മുടെ കുടുംബത്തിന്റെ ലെവലിൽ എടുത്തു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന്റെ ഉള്ളിൽ നമ്മൾ പലപ്പോഴും തുല്യ അന്തസ്സും തുല്യമായ അവകാശങ്ങളും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക കാര്യത്തിൽ തുല്യത ഉണ്ട് എന്ന് നമ്മളൊരു കുടുംബത്തിനുള്ളിൽ കഴിയുമ്പോഴും നമ്മൾ കരുതുന്നതിനെ ഈ സ്ഥിതിസമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് നമ്മൾ പറയാറുണ്ട്. കുടുംബത്തിൽ സ്വാഭാവികമായും ഒരാളുടെ പേരിലായിരിക്കും വസ്തുവകകളോ സ്വത്തോ ഒക്കെ ഉണ്ടാവുക. പക്ഷെ പല കുടുംബങ്ങളും ഈ സമ്പത്ത് വെച്ചിട്ട് മറ്റുള്ള മനുഷ്യരെ വെല്ലുവിളിക്കുന്നതായും അവരെ അടിമകളാക്കി കൊണ്ടു നടക്കുന്നതായിട്ടും കാണാം. അതോടൊപ്പം തന്നെ കുട്ടികളുടെ കാര്യങ്ങളിലെ പഠന ചിലവ് അല്ലെങ്കിൽ കുടുംബത്തിലെ വിഭാഗങ്ങള് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വ്യത്യസ്തമായ പരിഗണന നൽകുന്ന ഒരു പ്രശ്നം നമുക്ക് പലതും കാണാം. റിമാക്കലങ്ങളൊക്കെ മുന്നേ വറുത്ത മീനിന്റെ നടുക്കഷ്ണം ആൺകുട്ടിക്കാണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞൊരു പ്രശ്നങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഈ സ്വത്ത് ഉപയോഗിച്ച് ഈ ജെൻഡറും കൂടെ വരുന്ന പ്രശ്നങ്ങളാണ്. ഇതെല്ലാം സ്ഥിതിസമത്വത്തിലാണ് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ അദൃശ്യ അധ്വാനങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകള് ധാരാളം ആളുകള് ഈ അടുക്കളയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവര്, അവരുടെ വർക്ക് നമ്മൾ കാണാതെ പോകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ സമ്പത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലൊരു സ്വത്തുണ്ടെങ്കിലും അത് എല്ലാവർക്കും ഉള്ളതാണെന്ന് നമ്മളുടെ ഒരു മനോഗതി മാറ്റേണ്ടതുണ്ട്. ഇത് നമ്മളുടെ ഒരു ഭരണഘടനാ മൂല്യമാണ്. ഇതിനെയാണ് നമ്മൾ സ്ഥിതിസമത്വം എന്ന് ഭരണഘടന പറയുന്നത്. അടുത്തത് മതേതരത്വ ബോധമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നിരവധി കാര്യങ്ങളിൽ നമ്മൾ പറയാറുണ്ട് ഇന്ത്യ ഒരു മതേതരത്വ ഭരണകൂടമാണ്. ഇപ്പോ അത് രാഷ്ട്രീയമായ പല കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയോ അല്ലെങ്കിൽ തമാശ പോലെയോ ഒക്കെ തോന്നുമെങ്കിലും യാഥാർത്ഥ്യം ഇന്ത്യ ഒരു മതേതര ഭരണകൂടം തന്നെയാണ് എന്നുള്ളതാണ്. നമ്മള് കോൺസ്റ്റിറ്റ്യൂഷനിൽ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യം അതിന് ഒരു ആന്റി റിലീജിയസ് സ്വഭാവമോ ഇർറിലീജിയസ് സ്വഭാവമോ ഇല്ല. അതായത് ഒരു മതവിരുദ്ധവോ മതരഹിതവോ അല്ല. രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് മതങ്ങളുണ്ട്, പക്ഷേ സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അതായത് ഒരു സ്റ്റേറ്റ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലോ എന്തെങ്കിലും ഒരു കാര്യം എടുക്കുമ്പോൾ എല്ലാ തരത്തിലുള്ള ഇത്തരം മതങ്ങളോടും ഒരു സർവ്വധർമ്മ സമഭാവന അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സെക്യുലറിസം പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. ഇത് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു നമുക്ക് പലതരത്തിലുള്ള മതങ്ങളിൽ തുടരാനും വിശ്വസിക്കാനുമുള്ള എന്താ പറയുക റൈറ്റുകൾ ഉണ്ടെങ്കിലും അത് പബ്ലിക് ഓർഡറിന് വിരുദ്ധമായിട്ടോ അല്ലെങ്കിൽ പൊതുസമാധാനത്തിനോ അല്ലെങ്കിൽ പബ്ലിക് മൊറാലിറ്റിക്ക് വിരുദ്ധമായിട്ടോ പൊതുജനങ്ങളുടെ ആരോഗ്യത്തിന് വിരുദ്ധമായിട്ടോ നമുക്ക് മതം പാലിക്കാനുള്ള യാതൊരു ശക്തിയും അല്ലെങ്കിൽ നമുക്ക് യാതൊരു അവകാശവും ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ മതേതരത്വം പറയുമ്പോൾ അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നമ്മൾ പലപ്പോഴും വ്രണപ്പെടുന്ന മനുഷ്യരാണ്. നമ്മളുടെ മതത്തെ പറഞ്ഞ, നമ്മളുടെ ജാതിയെ പറഞ്ഞ നമ്മൾ വല്ലാതെ നോവും.
അപ്പൊ അവിടെയൊക്കെ മനുഷ്യർ പ്രശ്നത്തിലാവും. അപ്പൊ ഇങ്ങനെ വരുന്ന മനുഷ്യർ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രാഥമികമായിട്ട് മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അപ്പൊ സമൂഹത്തോടാണ് അതിന്റെ പ്രാഥമിക ബാധ്യത. മനുഷ്യ സ്നേഹം മതത്തിന് മുകളിൽ തൽക്കാലം വെച്ച് നമ്മൾ മതത്തെ പറ്റി ആലോചിക്കുക. ഈ പറഞ്ഞ ഭരണഘടനാ മൂല്യങ്ങൾ മികച്ചതാണെന്ന്, ആധുനികമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മളുടെ മതത്തിലെ ദൈവത്തിനും ഈ ആധുനിക മൂല്യങ്ങൾ ആ ദൈവത്തിൻ്റെത് കൂടിയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ വിശ്വാസത്തിന്റെ ഭാഗമാണ് ഈ ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് കരുതി കഴിഞ്ഞാൽ നമുക്കെല്ലാം ആശ്വാസം കിട്ടുകയും ഈ പറഞ്ഞതുപോലെ ഒരു മതേതര മൂല്യത്തിന്റെ ഭാഗമായി നമുക്ക് നിൽക്കാനും കഴിയും. പക്ഷെ നമ്മളുടെ കുട്ടികളെ നമ്മുടെ വീടിന്റെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ അകത്ത് കയറി കഴിഞ്ഞാൽ ഈ മതേതര സ്വഭാവം നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് നമുക്ക് പല കുടുംബങ്ങളിലും കാണാൻ കഴിയും. നമ്മുടെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ പറയും, നമ്മൾ ചിലരുണ്ടല്ലോ, നമ്മൾക്കൊരു പ്രത്യേക മതമുണ്ട്, അത് വല്ലാത്ത ഒരു ശക്തിയുള്ളതാണ്, മറ്റുള്ളവർ അങ്ങനെ അല്ല കേട്ടോ, നീ അവിടെ പോകണ്ട കേട്ടോ, അല്ലെങ്കിൽ അവരുടെ ഫുഡ് കഴിക്കരുത് കേട്ടോ, അവരുടെ കൂടെ കൂട്ടുകൂടരുത് കേട്ടോ, ഇതൊന്നും പറയാൻ നമുക്കൊരു ലജ്ജയും ഇല്ല എന്നുള്ളതാണ്. കുരിയപ്പുഴ ശ്രീകുമാറിന്റെ ഒരു കവിതയിൽ പറയുന്നുണ്ട്, മനുഷ്യന് പലപ്പോഴും രണ്ട് ചെരുപ്പിട്ടാണ് നടക്കുന്നത്. മതേതരത്വത്തിന്റെ ഒരു ചെരുപ്പ് അവരിടുന്നുണ്ട്, അത് വെളിയിൽ അഴിച്ചിട്ട് മതച്ചെരുപ്പിട്ട് അവര് കുടുംബത്തിനുള്ളിലേക്ക് കയറുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മൂല്യങ്ങളിൽ നിന്ന് നമ്മൾക്ക് വ്യത്യസ്തമായ ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ രണ്ട് രാജ്യങ്ങളാകാൻ കാരണം നമ്മൾ ഈ വർഗീയത പറഞ്ഞ് പഠിച്ചതുകൊണ്ടാണ് കേട്ടോ. ഇനിയും നമ്മളുടെ ഉള്ളിൽ, നമ്മുടെ കുടുംബത്തിന്റെ ഉള്ളിൽ ഈ വർഗീയതയുടെ നാമ്പ് വരുന്ന ഒരു വർത്തമാനം നിങ്ങളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ രാജ്യത്തെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ തീപ്പന്തത്തിന്റെ ഒരു തീജ്വാലയാണ് നിങ്ങൾ വീട്ടിൽ നിന്ന് കൊളുത്തുന്നത്. അപ്പൊ അത് അങ്ങനെ ഒരു ബോധ്യത്തോടു കൂടി വേണം മതം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതേതര മൂല്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. വീടിനുള്ളിൽ ഏതെങ്കിലും മനുഷ്യനെ മതേതരം അതിനപ്പുറം ഏതെങ്കിലും ഒരു മതത്തിനെ മോശമാക്കുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതാണ് ഇന്ത്യ പറയുന്ന മതേതരത്വം എന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്തത് ജനാധിപത്യം എന്നുള്ളതാണ്. ഇത് നമ്മൾ പെട്ടെന്ന് വിചാരിക്കുക, ജനാധിപത്യം എന്ന് പറയുന്നത് ഏതോ വോട്ടെടുപ്പൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, തെരഞ്ഞെടുപ്പാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. ഇവിടെ ജനാധിപത്യം എന്ന് പറയുന്നത് 18 വയസ്സുള്ളവർക്ക് വോട്ടവകാശം ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുമ്പോൾ ആ തീരുമാനം സ്വാധീനിക്കാൻ സാധ്യതയുള്ള അവസാന മനുഷ്യനെയും പരിഗണിക്കണം എന്നുള്ള ആ ചിന്തയുടെ പേരാണ് കേട്ടോ ജനാധിപത്യം എന്നുള്ളത്. ഇവിടെ ഈ രാജ്യം ആര് ഭരിക്കണം എന്നുള്ള തീരുമാനം വരുമ്പോൾ ആ തീരുമാനം എടുക്കാൻ ഏറ്റവും അവസാനം നിൽക്കുന്ന മനുഷ്യനോട് ചോദിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് അല്ല ജനാധിപത്യം എന്ന് പറയുന്നത്, ഇക്കലിടേണ്ട കാര്യമല്ല. ജനാധിപത്യം ഒരു മൂല്യമാണ്, അതിനുള്ള ഒരു ടൂളാണ് ഈ ഇലക്ഷൻ എന്ന് പറയുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ ഒരു അർത്ഥം വ്യത്യസ്തമായിരിക്കാനും അതോടെ ആ വ്യത്യസ്തതകളുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള ഒരു അവകാശമാണ് ജനാധിപത്യം എന്ന് അംബേദ്കർ പറയുന്നുണ്ട്. അതായത് ഭൂരിപക്ഷം ഹിതമല്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ ഒരു ഭരണം കിട്ടി അങ്ങനെ ഭരിച്ചതിന്റെ അർത്ഥം അവര് ഭൂരിപക്ഷം കിട്ടിയവരാണ്, അതുകൊണ്ട് ബാക്കിയുള്ളവരെ ഒതുക്കാം അല്ലെങ്കിൽ അവരുടെ മേൽ എന്തെങ്കിലും അധികാരം കാണിക്കാം എന്നൊരു യുക്തിയേ അല്ല. മറ്റുള്ള മനുഷ്യരെ കേൾക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പാർലമെന്റിൽ വന്ന് മറ്റുള്ള മനുഷ്യർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കുന്നതിന്റെ പേരാണ് കേട്ടോ ജനാധിപത്യം എന്നുള്ളത്. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ ഈ ചർച്ചകളില്ലാതെ പാസ്സാക്കുന്ന പല നിയമങ്ങളും യഥാർത്ഥത്തിൽ ഈ ജനാധിപത്യ വിരുദ്ധമായ ഒരു കാര്യമാണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കുടുംബത്തിന്റെ ഉള്ളിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ നോക്കൂ, പല കുടുംബങ്ങളുടെ ഉള്ളിൽ പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ പ്രശ്നം നേരിട്ട് അംഗം പറയുന്ന കംപ്ലൈന്റ് കുടുംബ കോടതിയിൽ ചെന്നാൽ നിങ്ങൾക്ക് ഇത് സ്ഥിരം കേൾക്കാം. അവർ പറയുന്നു, ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എന്നോട് ആലോചിച്ചില്ല കേട്ടോ, എന്നോട് പറഞ്ഞില്ല കേട്ടോ. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ കുടുംബത്തിൽ ജനാധിപത്യം ഇല്ല എന്നുള്ളതാണ്. ഈ ജനാധിപത്യം ഇല്ലാതെ ഇരിക്കുന്ന കുടുംബങ്ങളിൽ ഒരാൾ എടുക്കുന്ന തീരുമാനത്തിന് നിങ്ങൾ അടിമ പോലെ അനുസരിക്കേണ്ടി വന്ന അതിന്റെ അർത്ഥം നമ്മളുടെ കുടുംബത്തിൽ ഒരു രാജാവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ രാജ്യത്വം അല്ലെങ്കിൽ രാജാധികാരം എന്നുള്ള മനോഭാവത്തെ ഇല്ലാതാക്കാതെ, അല്ലെങ്കിൽ അയാളെ ഇല്ലാതാക്കാതെ നമ്മളുടെ കുടുംബത്തിൽ ജനാധിപത്യം ഉണ്ടാവില്ല. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ എവിടെയും നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഇത്തരം മറ്റു മനുഷ്യരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഒരു തീരുമാനം എടുക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം. ഇത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന നമ്മുടെ അസംബ്ലിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിലെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗാന്ധി പറയുന്നുണ്ട്, എന്താണ് ജനാധിപത്യം ഒരു കുട്ടി ചോദിച്ചപ്പോ ഗാന്ധി വിശദമായിട്ട് ഒരു ഉത്തരം പറയുന്നു. ഞാനും മറ്റൊരു ചില ആൾക്കാരും കൂടി ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണെന്ന് കരുതുക. ഞാൻ ജയിച്ചു നിൽക്കുമ്പോൾ എന്റെ കൂടെ തുല്യരായ കുറെ മനുഷ്യർ ഓടിയിരുന്നു എന്ന് ഞാൻ ജയിച്ചു നിൽക്കുന്ന അതേ സ്ഥാനത്ത് തുല്യതയോടുകൂടി ആലോചിക്കുന്നതിന്റെ പേരാണ് ജനാധിപത്യം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം ഇതാണ്. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത് റിപ്പബ്ലിക് എന്നുള്ളതാണ്. അതായത് നമ്മള് റിപ്പബ്ലിക്കാണ്, അതായത് നമ്മുടെ പൗരന്റെ അന്തസ്സും അഭിമാനവും നമ്മൾ സംരക്ഷിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോ അതിന്റെ പ്രധാനപ്പെട്ട
രാഷ്ട്രപതി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയിൽ 35 വയസ്സായിട്ട് നമ്മളിൽ ആരെയും ആർക്ക് വേണമെങ്കിലും ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും രാജാവിന്റെ മകനായി ജനിച്ചത് കൊണ്ടൊന്നും അല്ല നമ്മളുടെ ഇവിടെ റിപ്പബ്ലിക് ആകുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴത്തുള്ള കോമൺവെൽത്ത് രാജ്യങ്ങൾ, 14ഓളം കോമൺവെൽത്ത് രാജ്യങ്ങളുണ്ട്, ഓസ്ട്രേലിയയും കാനഡയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവൻ ആരാണെന്ന് നോക്കിയാൽ മതി. അതിന്റെയൊക്കെ പ്രധാനപ്പെട്ട കിങ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ചാൾസ് മൂന്നാമൻ ബ്രിട്ടനിലെ രാജാവാണ്. പക്ഷെ ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ജനിക്കുന്ന 35 വയസ്സുള്ള പൗരരായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലൂടെ കടന്നു എന്നാൽ നമുക്ക് രാഷ്ട്രപതിയാകാൻ കഴിയും. അപ്പോൾ റിപ്പബ്ലിക് നമ്മളുടെ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ എന്ന് പറയുന്ന ഭാഗത്തിന്റെ അടിവരയിടുന്ന ഒരു ഭാഗം കൂടിയാണ് എന്നുള്ളതാണ്. ഇതാണ് ഇത്രയും ചേർത്തിട്ടാണ് നമ്മളുടെ നേരത്തെ ഞാൻ പറഞ്ഞ ആദ്യമേ വായിച്ച ആ ഭാഗമുള്ളത്. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന വാചകം ഒന്നുകൂടെ വായിച്ചു നോക്കൂ. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലാലോചിച്ചു. നമ്മൾ, ഇന്ത്യയിലെ ജനങ്ങൾ, ഇന്ത്യയെ ഒരു പരമാധികാര, സ്ഥിതിസമത്വ, മതേതര, ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുന്നത്. നോക്കൂ, ഇങ്ങനെ സംവിധാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഭരണഘടന എഴുതുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്തൊരു മൂല്യം നീതി എന്നാണ്. നീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഭരണഘടന ഉള്ളത്. എന്ന് വെച്ചാൽ ഒരാൾ അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ ആർജിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കും അതേപോലെ തന്നെ കിട്ടണം എന്ന് പറയുന്ന വാക്യത്തിന്റെ പേരാണ് നീതി എന്ന് പറയുന്നത്. അപ്പൊ ഈ നീതിയുടെ അളവുകോലായിട്ട് നമ്മൾ ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. സാമൂഹ്യ നീതി ഉണ്ടാവണം, സാമ്പത്തികമായിട്ടുള്ള നീതി ഉണ്ടാവണം, രാഷ്ട്രീയമായിട്ടുള്ള നീതി ഉണ്ടാവണം. നോക്കൂ, ഈ 3 കാര്യങ്ങൾ അംബേദ്കർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയ നീതി, എല്ലാവർക്കും ഒരു വോട്ട് എന്ന് വന്നതോടുകൂടി രാഷ്ട്രീയ നീതിയുടെ കാര്യത്തിൽ ശരിയായി. പക്ഷെ സാമൂഹ്യമായ നീതിയും സാമ്പത്തികമായ നീതിയും തുല്യമാകണമെങ്കിൽ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോ സ്വതന്ത്രമായിട്ട് നമുക്ക് 79 വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കറിയാം സാമൂഹ്യ നീതി എന്ന് പറയുന്നത് നമുക്ക് എവിടെ നിൽക്കുന്നു. സാമ്പത്തികമായി നമ്മളെല്ലാവരും തുല്യരാണോ, സാമൂഹികപരമായിട്ട് തുല്യരാണോ, അതോ ഇപ്പോഴും നമ്മളെ മറ്റു ചില ആളുകൾ ഭരിക്കുകയാണോ എന്നുള്ളത്. ഈ അംബേദ്കർ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും നമ്മളുടെ ജാതിയും മതവും അല്ലെങ്കിൽ ഒരു ചെറിയ വിഭാഗം ജനങ്ങള് ഈ പറഞ്ഞതുപോലെ ഒരു ശക്തി കിട്ടിയാൽ അവര് ദുർബല വിഭാഗത്തെ ഭരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ സംബന്ധിച്ച് പഠനം നടത്തി അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ടാണ് സംവരണം പോലെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിലെ അക്കാര്യത്തിൽ എനിക്കൊരു അഭിമാനകരമായ കാര്യം ഞാൻ എവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. കേരള പഠനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം, കേരള പഠനം 2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകമാണ്. അതുപോലെ സമൂഹത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള സാമൂഹികമായിട്ട് നമ്മൾ എത്രമേലെത്തി, സാമ്പത്തികമായി എത്രമേലെത്തി എന്നൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് ധാരാളം പഠനങ്ങൾ, സ്റ്റഡികൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സംഘടന നടത്തിയിട്ടുണ്ട്. ഈ പുസ്തകം വാങ്ങിക്കാത്തവർ ഇനി അത് വാങ്ങിച്ച് അതൊന്ന് വായിച്ചു നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. ഏതായാലും മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു സമൂഹം തന്നെയാണ് ഇപ്പോഴും വലിയൊരു ശതമാനം ആളുകളെ ഭരിക്കുന്നത്. നമ്മുടെ സുപ്രീം കോടതി ജഡ്ജസ്മാരുടെ കേസ് എടുത്താലും കേന്ദ്ര സർക്കാരിന്റെ ജോലിക്കാരുടെ കേസ് എടുത്താലും ഒക്കെ നമുക്കത് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിന് ശക്തമായിട്ടുള്ള പഠനങ്ങൾ അതിനകത്തുണ്ട്. കാരണം ഇതിന്റെ പിന്നിലൊക്കെ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ജാതി മതവും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുമ്പോഴും ഈ നീതിയുടെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. അയിത്തം ഇപ്പോഴും നമ്മൾ ആചരിക്കുന്നുണ്ട്, സമൂഹത്തിലെ ആൾക്കാരെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, അടുത്തത് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മൂല്യമാണ്. ഞാൻ തുടർച്ചയായി പറയാണ്, അപ്പോൾ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതാകുന്നു എന്ന് വിചാരിക്കുന്നു. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൂല്യം നമുക്കറിയാം. നമുക്ക് സ്വതന്ത്രമായിട്ട് സംസാരിക്കാനും ആയുധം കൈവെക്കാതെ സമാധാനപരമായിട്ട് കൂട്ടുകൂടാനും സംഘടനകൾ രൂപീകരിക്കാനും അല്ലെങ്കിൽ എവിടെയും സഞ്ചരിക്കാനും ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനും ഒക്കെയുള്ള നിരവധി സ്വാതന്ത്ര്യങ്ങൾ ചേർന്നിട്ടുള്ള നമ്മുടെ തോട്ടും എക്സ്പ്രഷനും ബിലീഫും ഫെയ്ത്തും എല്ലാം സംരക്ഷിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട്. പക്ഷെ ഇതും നമ്മൾ കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഉണ്ട്, ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഈ ജെൻഡർ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കുടുംബങ്ങളിലെ വാതിലുകളെല്ലാം അകത്തേക്ക് തുറന്നു വരുന്നത് പോലെ പുറത്തേക്ക് ചില മെമ്പേഴ്സിന് അങ്ങനെ പോകാൻ കഴിയാത്ത വിധത്തിൽ അടച്ചിട്ടൊക്കെ പെടുന്ന കുടുംബങ്ങളാണ്. 9 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് കഥ തുറന്ന് ഞാനൊന്ന് വെളിയിൽ പോയി എനിക്ക് ദോശ കഴിക്കണം എന്ന്, അല്ലെങ്കിൽ തട്ടുകടയിൽ പോയി ദോശ കഴിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബങ്ങൾ എങ്ങനെ പ്രതികരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ ഈ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലുണ്ട്, വീട്ടിന്റെ ഉള്ളിലുണ്ട്. വീട്ടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വേണം ഇതൊക്കെ തുടങ്ങാൻ എന്നുള്ളത് കൂടി നമ്മൾ ഈ ഒരു മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തത്, ഇത്തരത്തിലുള്ള ഈ സ്വാതന്ത്ര്യത്തിന്റെ അവകാശങ്ങളെല്ലാം പലതരത്തിലുള്ള മൗലികാവകാശങ്ങളായിട്ട് നമ്മുടെ ഭരണഘടന ഫിക്സ് ചെയ്തിട്ടുണ്ട്. മൗലികാവകാശങ്ങളിൽ പറയുന്നത് ഇത്തരം അവകാശങ്ങളെല്ലാം പൗരനുണ്ട്, നിങ്ങൾ ഭരണകൂടം ഇതിനകത്തൊന്നും ഇടപെടരുത് കേട്ടോ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് മൗലികാവകാശങ്ങൾ. അതിൽ സ്വാതന്ത്ര്യം വളരെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സമത്വം എന്ന് പറയുന്നിട്ടുള്ള ഒരു മൂല്യമാണ്. അത് ഓരോരുത്തരും തുല്യ മൂല്യം ഉള്ളവരാണ് എന്ന് കാണിക്കുന്ന ഒരു ഭാഗമാണ്. എല്ലാവരും ചേർത്ത് നിൽക്കുക എന്നുള്ളതാണ്. അനുച്ഛേദം 14 മുതൽ 18 വരെ ഇക്വാളിറ്റി പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കണം,
നമ്മുടെ നാട്ടില് ഒരു തരത്തിലുള്ള സമത്വം ഉണ്ടായിരുന്നില്ല. ജോലിയിലോ സമത്വം ഉണ്ടായിരുന്നില്ല, ശിക്ഷകളിൽ സമത്വം ഉണ്ടായിരുന്നില്ല. നിരവധി പ്രശ്നങ്ങൾ. ഞാൻ വായിച്ച ഒരു പുസ്തകം ഇബ്നു ബത്തൂത്ത വന്ന കേരളം, അതില് എന്റെ നാട്ടിൽ നടന്ന രാമംകുളങ്ങര എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്ന ഒരു കാര്യം ഇബ്നു ബത്തൂത്ത പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ അയാളുടെ പിന്നിലൂടെ ഒരു ശൂലം കയറ്റി ഒറ്റ കമ്പല് അവിടെ നിർത്തിയേക്കുന്നു. അപ്പൊ ഇവര് എന്താണ് ചെയ്ത കുറ്റമെന്ന് ചോദിക്കുമ്പോൾ നാട്ടുകാർ പറയുന്നത് ഇയാള് തേങ്ങ മോഷ്ടിച്ചു എന്നാണ്. 5 തേങ്ങ മോഷ്ടിച്ചതിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയുന്നതോടുകൂടി ഇബ്നു ബത്തൂത്ത ഞെട്ടുവാണ്. അയാൾ പറയാണ്, ഞാൻ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ശിക്ഷ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നോക്കൂ, ശിക്ഷകളിൽ നിയമത്തിന്റെ മുന്നിൽ തുല്യതയില്ലാതിരിക്കുന്നു. ജോലിയുടെ കാര്യത്തിൽ ഡോക്ടർ പൽക്കുവിന്റെ കാര്യം നമുക്കറിയാം. അപ്പൊ അദ്ദേഹം പഠിച്ച് ഒരു ഡോക്ടറായി 4ാം റാങ്ക് കിട്ടി വന്ന ആളാണ്. പക്ഷെ ഇവിടെ അവസരം കൊടുക്കുന്നില്ല. പിന്നീട് പഠിച്ച് അദ്ദേഹം പഠിക്കുന്നത് വാക്സിനേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ പ്ലേഗ് രോഗം വന്ന 100 കണക്കിന് ആൾക്കാർ മരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ജോലി കൊടുക്കുന്നില്ല. കാരണം തൊഴിലവസരങ്ങളിൽ തുല്യതയില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം നിങ്ങളിലെല്ലാം നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൂടെ കടന്നു വന്ന് നമ്മുടെ ഭരണഘടന കൃത്യമായി ഓരോന്നും പറഞ്ഞ് ആ അനുച്ഛേദങ്ങളിലൂടെ തന്നെ അതൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, 14 മുതൽ 18 വരെയുള്ള. ഏതായാലും നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമ്മളുടെ അന്തസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ആലോചിക്കേണ്ടത്. ഇതാണ് 2ാമത്തെ ഭാഗം. നമ്മളിപ്പോ പറഞ്ഞ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും ഭക്തിക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യം, പദവിയിലും അവസരത്തിലും സമത്വം. ഇത്തരം കാര്യങ്ങളാണ് പറയുന്നത്. ആത്യന്തികമായിട്ട് നമ്മളുടെ ഭരണഘടന ലക്ഷ്യം വെക്കുന്നത് സാഹോദര്യമാണ് കേട്ടോ. നമ്മുടെ ഭരണഘടന ആമുഖത്തിന്റെ അവസാന ഭാഗം എഴുതുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ രാജ്യത്തെ സകലമാന സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് സാഹോദര്യം എന്ന മൂല്യം നമുക്കിടയിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. സാഹോദര്യത്തിന് വിരുദ്ധമായ ഒരു ഡയലോഗ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ടായാൽ അതിനർത്ഥം അതെല്ലാം ഭരണഘടനാ വിരുദ്ധമുള്ളതാണ്. വെറുതെ ഉള്ള ഒരു സാഹോദര്യമല്ല, നമ്മളുടെ രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തുന്ന സാഹോദര്യമാണ്. അതോടൊപ്പം തന്നെ നമ്മളുടെ അന്തസ്സ് പുലർത്താൻ കഴിയുന്ന ഒരു സാഹോദര്യമാണ്. എന്താണ് അന്തസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കേവലമായിട്ടുള്ള ഫുഡോ പാർപ്പിടോ വസ്ത്രമോ എന്നത് മാത്രം പോരാ. നമുക്ക് ഓരോരുത്തർക്കും സമൂഹം കൃത്യമായിട്ട് നൽകേണ്ട ഒരു അംഗീകാരവും അവസരവും ബഹുമാനവും ഒക്കെ ഉണ്ട്. മാനവിക മൂല്യങ്ങൾ, അത്തരം മാനവിക മൂല്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ശരിക്കും നമുക്ക് അന്തസ്സുള്ള ഒരു ജീവിതം ഉണ്ടാവുന്നത്. ഇതിനെയൊക്കെ ചേർത്തിട്ട് അംബേദ്കർ ഭരണഘടനാ ധാർമ്മികത അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നാണ് ഈ ഒരു ഭാഗത്തിന് പറയുന്ന പേര്. അപ്പോ ആ ഭാഗത്തിൽ പറയുന്നത് നമ്മള് ഭരണഘടനയോടുള്ള ആദരവും സമാധാനപരമായിട്ടുള്ള വിയോജിപ്പും അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഈ ഭരണഘടനയ്ക്ക് ഒരു ഓപ്പറേഷണൽ ആസ്പെക്റ്റും ഒരു ആസ്പിറേഷണൽ ആയിട്ടുള്ള ആസ്പെക്റ്റും ഉണ്ട്. 2 ഭാഗങ്ങളുണ്ട്. നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ ഒരു വിഭാഗമുണ്ട്, അതിന്റെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു വശമുണ്ട്. ആ ഭാഗത്തിലാണ് ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഭരണഘടന ഒരു മൂല്യം എന്ന വരയിൽ ഓരോ മനുഷ്യരും കാണേണ്ടത്, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇത് പ്രവർത്തിക്കുന്ന ഒരു ജീവരേഖയായിട്ട് മാറുകയും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വന്നില്ല എങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഒരു ചെറിയ വിഭാഗം പോലും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അത് നമ്മുടെ രാജ്യത്തിന് വലിയ കോട്ടം വരും. ഇതാണ് ഇന്നത്തെ നമ്മളുടെ ഒരു സ്വാതന്ത്ര്യദിന സന്ദേശമായിട്ടും എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാം ഭരണഘടനാ മൂല്യമുള്ള മനുഷ്യരായിട്ട് മാറട്ടെ. കാരണം നമ്മൾ അടങ്ങുന്ന ഒരു വലിയ സമൂഹം, നമുക്ക് ചുറ്റുമുള്ള ഒരു പരിസ്ഥിതി, മൃഗകുലങ്ങളും പക്ഷിബന്ധങ്ങളും ഉരകവർഗങ്ങളും എല്ലാം ചേർന്ന ഒരു സമൂഹത്തെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പൗരബോധത്തിൽ നിന്ന് ഒരു വലിയ ലോകത്തേക്ക് വളരുന്ന ഒരു ഭൗമബോധമായിട്ട് ശ്രമിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് ഒരു മാതൃക സമൂഹം ആകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും ആദരണീയവുമായ സ്ഥാനം നമ്മുടെ രാജ്യത്തിന് നേടാനും ലോക സമാധാനത്തിനും മാനവരാശിയുടെ ക്ഷേമത്തിനും അല്ലെങ്കിൽ സഹോദര്യത്തിനും വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കേണ്ടത്. അതാണ് നമ്മളുടെ മൂല്യം, അതാണ് പറയാനുള്ളത്. നോക്കൂ, ഞാൻ വീണ്ടും നമ്മുടെ മൈഗ്രേഷനിലേക്ക് വരാം. ഇപ്പൊ ഞാൻ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ആദ്യം ഇറാനിൽ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു വംശത്തിലൂടെ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നുപോയി കേരളത്തിലുണ്ടായ അതേ വംശത്തിന്റെ ആപ്ല ഗ്രൂപ്പ് നിലനിൽക്കുന്ന പണി വിഭാഗത്തിലുള്ള ഒരു ആദിവാസിയുടെ ചിത്രമാണ്. 2 മനുഷ്യവംശം അവസാനം എത്തിയ ഓസ്ട്രേലിയയിലുള്ള അബോർജിൻസിന്റെ ചിത്രമാണ്. നോക്കൂ, ഈ 2 ചിത്രങ്ങളും കണ്ടാൽ നമുക്ക് പരിചയമുള്ള ഏതോ 2 മനുഷ്യരെ പോലെ തോന്നുന്നില്ലേ? എന്ന് വെച്ചാൽ നമ്മുടെ വെളുപ്പും കറുപ്പും കൊണ്ടെല്ലാം വ്യത്യസ്തരായി, ജാതി മത ഭേദങ്ങൾക്കപ്പുറം വ്യത്യസ്തരായി നിൽക്കുന്ന ഓരോ മനുഷ്യരും നമ്മളുടെ ഭാഗമാണ് എന്ന് കണ്ട് നമ്മൾ വളരുന്നതിലൂടെ മാത്രമാണ് നമ്മുടെ രാജ്യം അഭിമാനപരമായ ഒരു സ്ഥാനം, ആദരണീയമായ ഒരു സ്ഥാനം ലക്ഷ്യപ്രമേയം പറഞ്ഞതുപോലെ, ആ പ്രതിജ്ഞ പറഞ്ഞതുപോലെ നമുക്ക് മാറുള്ളൂ. ഇത്രയുമാണ് എന്റെ പറയാനുള്ളത്. നോക്കൂ, നമ്മൾ പറയുമ്പോഴും ഈ മനുഷ്യനെ നമ്മൾ ആലോചിച്ച് നോക്കണം. മധു എന്ന മനുഷ്യനെ നമ്മൾ ഈ സാഹോദര്യം ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ, നമ്മൾ സുന്ദരമെന്ന് കരുതുന്ന കേരളത്തിൽ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള മൂല്യങ്ങൾ അല്ലെങ്കിൽ മൂല്യമില്ലായ്മ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പൊ മധുവിനെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.